Hi 10th, we were discussing about volume of combination of solids. I already mentioned that this session is the one of the most important section in this chapter because this is the concept of volume. Volume is much important than any other concept. So you have to work out these kind of questions twice and understand the method. Please do that. Okay. And in the last video we have discussed about example 5 and 6, and through this video session we are going to open example 7 and we are going to open the next the next exercise. Okay. And this video is going to be a little bit lengthy video. You have to adjust with this. Okay. And let me add one more thing. നിങ്ങൾ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നല്ലതുപോലെ ഡെപ്തിൽ ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കുക. നല്ലതുപോലെ വായിച്ച് മനസ്സിലാക്കുക. 2 പ്രാവശ്യം വായിച്ച് മനസ്സിലാക്കുക. അത്രയും ആഴത്തിൽ ചെയ്ത കാര്യങ്ങളൊക്കെ നല്ലതുപോലെ പ്രാക്ടീസ് ചെയ്യുക. അത്രയും കോൺസ്റ്റൻ്റ് ആയിട്ട് നല്ലൊരു നമ്മുടെ എല്ലാ രീതിയിലുള്ള ശ്രദ്ധയും ക്വസ്റ്റ്യനിൽ കൊടുത്ത് ചെയ്തെങ്കിൽ മാത്രമേ ഈ സെഷൻ നിങ്ങൾക്ക് ഗ്രാസ്പ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ സെഷൻ നിങ്ങൾക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു സെഷനുമാണ്. അതുകൊണ്ട് നല്ല അതുപോലെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം ഈ സെഷൻ. ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു, കാരണം എനിക്കിതിൻ്റെ ഇമ്പോർട്ടൻസ് അറിയാം. അതുകൊണ്ടാണ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. പിന്നെ എനിക്ക് വേറൊരു കാര്യം എനിക്ക് കഴിഞ്ഞ വീഡിയോയിൽ നിന്നും എനിക്ക് മനസ്സിലായത്, ചില കുട്ടികൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ക്വസ്റ്റ്യൻസ് മനസ്സിലാക്കുന്നു, മെത്തേഡ് അവർക്ക് ഒരു അറിയാമായി. ക്വസ്റ്റ്യൻ ജസ്റ്റ് ഞാൻ ഒരു ക്വസ്റ്റ്യൻ എടുക്കുന്നു, നമ്മളതിൻ്റെ ആദ്യമൊക്കെ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്നു. അപ്പോൾ തന്നെ അവർക്ക് അതിൻ്റെ ടെക്നിക്ക് പിടുത്തം കിട്ടും. അപ്പോൾ അവർ സോൾവ് ചെയ്യും, എന്നിട്ട് ലാസ്റ്റ് ആൻസറും ഞാനുമായിട്ട് കമ്പയർ ചെയ്യും. അങ്ങനെ ചെയ്യുന്ന കുട്ടികളുണ്ട്. അപ്പം എനിക്ക് അവരോട് പറയാനുള്ളത്, നിങ്ങൾ ചെയ്യുന്നതിൻ്റെ മെത്തേഡ് തന്നെ നിങ്ങൾ ഫോളോ ചെയ്യണം. അതാണ് വേണ്ടത്. കാര്യം മനസ്സിലാക്കി സ്വന്തമായി ചെയ്ത് നോക്കുക. പക്ഷേ എങ്കിലും ഞാൻ ചെയ്യുന്നത് മെത്തേഡ് മൊത്തം ഒന്ന് പ്ലേ ചെയ്യുക. കാരണം നിങ്ങൾക്ക് ഉപകാരപ്രദമാവുന്ന എന്തെങ്കിലും ഒരു പോയിന്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മിസ്സാവണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. സാധാരണ ക്ലാസ്സിലും നമ്മൾ അങ്ങനെയാണല്ലോ ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നു, നിങ്ങൾ കൂടെ ഇരുന്ന് ശ്രദ്ധിക്കും, നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിലും. അതുപോലെ തന്നെ ഇത് കാണണം, വീഡിയോ സ്കിപ്പ് ചെയ്യരുത്. കാരണം നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന എന്തെങ്കിലും ടെക്നിക്ക്, എന്തെങ്കിലും ഒരു ഹിൻറ്റ് സപ്പോസ് ഞാൻ ചെയ്തെങ്കിലോ എന്ന് വിചാരിച്ച് ഫുൾ ടെക്നിക്ക് കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്നല്ല പറയുന്നത്. എന്തെങ്കിലും നിങ്ങൾക്ക് അങ്ങനെ മിസ്സാവണ്ടെന്ന് ആത്മാർത്ഥമായി വിചാരിക്കുന്നതുകൊണ്ടാണ്. സ്കിപ്പ് ചെയ്യരുത് പ്ലീസ്. ജസ്റ്റ് അത് പ്ലേ ആയിക്കോട്ടെ കംപ്ലീറ്റ്. നിങ്ങൾ വെറുതെ കേട്ടിരുന്നാൽ മതി, സ്കിപ്പ് ചെയ്യരുത്. ഓക്കെ. And without wasting much time, let me explain example 7. Stay with me, don't go anywhere, stay with me. Today we are going to discuss a bundle of questions. Shall we? Come with me. So shall we discuss example 7? Read it out. A solid toy is in the form of a hemisphere. A solid toy is in the form of a hemisphere surmounted by a right circular cone. വൺസ് അഗെയിൻ, എ സോളിഡ് ടോയ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സോളിഡ് ആയിട്ടുള്ള ഇപ്പോൾ സോളിഡ് എന്താണ് പറയുക, സോളിഡ് ആയിട്ടുള്ള ക്യൂബ് എന്നൊക്കെ പറയുന്ന പോലെ ഒരു വുഡൻ ടോയ് ആണെന്ന് വിചാരിക്കുക. വുഡൻ ടോയ്, നോട്ട് ഹോളോ ഇൻസൈഡ്, ലൈക്ക് വുഡൻ ടോയ്. ഉള്ളിൽ ഹോളോ അല്ല, വുഡൻ ആണ്. അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ വുഡൻ എന്ന് നമുക്ക് പറയാം. എ വുഡൻ ടോയ് ഓർ എ സോളിഡ് ടോയ് ഈസ് ഇൻ ദ ഫോം ഓഫ് എ വാട്ട് ഹെമിസ്ഫിയർ സർമൗണ്ടഡ് ബൈ എ റൈറ്റ് സർക്കുലർ കോൺ. ആ ടോയിൻ്റെ ഷേപ്പ് എങ്ങനെയാണ്? അതിൻ്റെ താഴെ ഭാഗം ഒരു ഹെമിസ്ഫിയർ ആണ്. ആ ഹെമിസ്ഫിയറിൻ്റെ മുകളിൽ സർമൗണ്ട് ചെയ്തിരിക്കുന്നത് ഒരു റൈറ്റ് സർക്കുലർ കോൺ. ഓക്കെ. ദ ഹൈറ്റ് ഓഫ് ദ കോൺ ഈസ് 2 cm ആൻഡ് ദ ഡയമീറ്റർ ഓഫ് ദ ബേസ് ഈസ് 4 cm. ആൻഡ് ഹൈറ്റ് ഓഫ് ദ കോൺ തന്നിട്ടുണ്ട്. ടോട്ടൽ ഹൈറ്റ് ഓഫ് ദ ടോയ് അല്ല തന്നിരിക്കുന്നത്, ഹൈറ്റ് ഓഫ് ദ കോണിക്കൽ പോർഷൻ, അപ്പർ പാർട്ടാണ് കോൺ. അതിൻ്റെ ഹൈറ്റ് തന്നിട്ടുണ്ട്. ഡയമീറ്റർ ഓഫ് ദ ബേസ് ഈസ് 4 cm. ഡയമീറ്റർ ഓഫ് ദ ബേസ് 4 cm എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ കോണിൻ്റെ ഡയമീറ്ററും ഹെമിസ്ഫിയറിൻ്റെ ഡയമീറ്ററും ഉണ്ട്. അത് രണ്ടും ഡിഫറൻറ്റ് ആയിരുന്നെങ്കിൽ അവർ സെപ്പറേറ്റ് തന്നേനെ. അപ്പോൾ ഡയമീറ്റർ ഓഫ് ദ ബേസ് ഈസ് 4 cm എന്ന് പറയുമ്പോൾ കോമൺ ആണ് രണ്ടിൻ്റെയും ഡയമീറ്റർ. അതായത് രണ്ടിൻ്റെയും ഡയമീറ്റർ ഈക്വൽ ആണെന്നുള്ള നിഗമനത്തിലാണ് നിങ്ങൾ എത്തേണ്ടത്. മനസ്സിലായോ? അപ്പോൾ സപ്പോസ് രണ്ടിൻ്റെയും റേഡിയസ് ഡയമീറ്റർ ഡിഫറൻറ്റ് ആയിരുന്നെങ്കിൽ, കാരണം ഒബ്വിയസ്ലി താഴെ ഹെമിസ്ഫിയറും മുകളിൽ കോണുമാണെങ്കിൽ രണ്ടിനും ഡയമീറ്റർ ഉണ്ടാവും. രണ്ടിനും സൈസ് ഡിഫറൻറ്റ് ആണെങ്കിൽ സെപ്പറേറ്റ് ഡയമീറ്റർ ആയിരിക്കും. പക്ഷേ ഇവിടെ ഒരു കോമൺ ഡയമീറ്റർ ആയതുകൊണ്ടാണ് അത് ഒന്നായിട്ട് തന്നേക്കുന്നത്, അല്ലെങ്കിൽ രണ്ടായിട്ട് തന്നേനെ. ഓക്കെ. ഡിറ്റർമൈൻ ദ വോളിയം ഓഫ് ദ ടോയ് ദാറ്റ് you are supposed to find it out. Determine the volume of the toy first. Okay. Shall we? Yes. So എന്നിട്ട് നമുക്ക് ബാക്കിയുള്ളത് വായിക്കാം. ഓക്കെ. സോ എന്താണ് പറയുക, ഈ ടോയ് ഇറ്റ് ഈസ് ഇൻ ദ ഫോം ഓഫ് എ ഹെമിസ്ഫിയർ. ഇറ്റ് ഈസ് ഇൻ ദ ഫോം ഓഫ് എ ഹെമിസ്ഫിയർ. Let me increase a little more clarity. Okay. It is in the form of a hemisphere, and that hemisphere, over that a conical top or a conical portion is surmounted on this hemisphere. A conical portion is surmounted on this hemisphere which means that a base is in the form of a hemisphere. Over that or on the top of the hemisphere we are going to place a cone. You may understood. Base is a hemisphere. On that or over on that hemisphere we are going to place a cone.
സോ ദിസ് ഈസ് ദ ടോയ്. ഇങ്ങനത്തെ ടോയ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എൻ്റെയൊക്കെ ചെറുപ്പത്തിലുണ്ടായിരുന്നു ഇങ്ങനത്തെ ഒരു ടോയ്. എന്താ പറയുക, അപ്പം നമ്മളൊരു ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ആടുന്ന ടൈപ്പ് ഒരു ടോയ് ഉണ്ട്. ഓക്കെ, ഇങ്ങനത്തെ ഒരു ടോയ് മനസ്സിലായി. താഴെ ഹെമിസ്ഫിയർ, മുകളിൽ കോണിക്കൽ പോർഷനുമായിട്ടുള്ള ഇതാണ് ടോയ്. ഓക്കെ, ഇത് സോളിഡാണ്, നോട്ട് ഹോളോ ഇൻസൈഡ്. ഓക്കെ, ആൻഡ് സി and one more here few informations are given. Height of the cone is 2 centimeter. Height of the conical portion is given as 2 centimeter. This is what is height of the conical portion, no? So that is given as what, 2 centimeter, and you have to make sure all the units are in centimeter or not. And the diameter of the base is 4 centimeter. So this is the diameter, see, and diameter of the base is given as 4 centimeter. Diameter of the base is given as 4 centimeter. So what will be the radius? Just take the half, 2 centimeter, isn't it? And I already mentioned that if the diameter of the cone and the diameter of the hemisphere are different, that should given in the question. But here only a single diameter is given. It means that diameter of the cone is nothing but the diameter of the hemisphere. അങ്ങനെ നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, ഇനി ഇതാണ് നിങ്ങളുടെ സിസ്റ്റം. ഓക്കെ, അപ്പം ഇത് radius is 2 centimeter. That means this radius is 2 centimeter stands for the radius of the cone, and also the radius is equal to 2 centimeter stands for the radius of the hemisphere also. If this is 2 centimeter, that means ഈ ഹെമിസ്ഫിയറിൻ്റെ ഭാഗത്തോട്ട് ചിന്തിക്കുകയാണെങ്കിൽ if radius of the hemisphere is 2 centimeter, what will be this distance? Again, this is what? Radius. Why? Because radius is the distance from the center to the outer portion. No, in a hemisphere, radius is the distance from the center to outer portion. So if it is 2 centimeter, this is again distance from center to the outer portion. This is again radius. So that also will be what? 2 centimeter. ചുമ്മാ അടയാളപ്പെടുത്തിയതാണ്, അതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല, പറഞ്ഞതിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞതെന്ന് മാത്രം. ഓക്കെ, ആൻഡ് here the question is, you are supposed to calculate the volume of the toy. You are supposed to calculate the volume of the toy. അപ്പം ആ വോളിയം ഓഫ് ടോയ് എന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രാക്ടിക്കൽ മീനിങ് എന്താ, അത് നമുക്ക് ക്വസ്റ്റ്യനിൽ ആവശ്യമില്ല, എങ്കിലും നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ട്. വോളിയം ഓഫ് ദ ടോയ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദിസ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ്, സിൻസ് ഇറ്റ് ഇസ് എ സോളിഡ് ടോയ്, സപ്പോസ് ഇഫ് ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ഇഫ് ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് വുഡ്. അപ്പോൾ വോളിയം ഓഫ് ടോയ് എന്ന് ഉദ്ദേശിക്കുന്നത് ആ വുഡിൻ്റെ വോളിയമാണ്, അതായത് വുഡിൻ്റെ ക്വാണ്ടിറ്റിയാണ് വോളിയം ഓഫ് ടോയ് എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കുക. സോ ഹൗ ഐ ക്യാൻ കാൽക്കുലേറ്റ് ദ വോളിയം ഓഫ് ടോയ്? This toy is made up of a hemisphere and a conical portion. So the volume of the entire toy, how we will get? Volume of the hemisphere plus volume of the cone. അങ്ങനെയല്ലേ മൊത്തം ടോയിൻ്റെ വോളിയം കിട്ടുള്ളൂ. യെസ്. സോ ഹൗ ഐ ക്യാൻ റൈറ്റ് വോളിയം ഓഫ് ടോയ് ഈസ് നത്തിങ് ബട്ട് വാട്ട്? വോളിയം ഓഫ് ഹെമിസ്ഫിയർ പ്ലസ് വോളിയം ഓഫ് what? Conical portion. You may understand, no? And which is the formula for calculating volume of hemisphere? Which is the formula for calculating volume of hemisphere? Hemisphere volume is 2/3 pi r square h. അല്ല, പൈ ആർ ക്യൂബ്. എച്ച് ഒന്നും ഇല്ല ഏതിൽ? ഹെമിസ്ഫിയറിൻ്റെ കാര്യത്തിൽ എച്ച് ഒന്നും ഇല്ല. അതുകൊണ്ട് 2/3 pi r cube ആണ് ഫോർമുല. അപ്പോൾ ചില കുട്ടികൾക്ക് പല പ്രാവശ്യം അബദ്ധം പറ്റുന്നതാണ്. 2/3 pi അങ്ങ് എഴുതി കഴിഞ്ഞാൽ അവർക്ക് r square h എഴുതാനുള്ള ടെൻഡൻസി. അല്ല, വോളിയം ഓഫ് ഹെമിസ്ഫിയർ ഈസ് വാട്ട്? 2/3 pi r cube. ആൻഡ് വാട്ട് ഈസ് വോളിയം ഓഫ് കോൺ? വോളിയം ഓഫ് കോൺ, ദ ഫോർമുല ഈസ് 1/3 pi r square h. മറന്നുപോയാൽ എങ്ങനെ ചിന്തിക്കാം? വി നോ ദാറ്റ് വോളിയം ഓഫ് ദ കോൺ ഈസ് 1/3 ഓഫ് ദ വോളിയം ഓഫ് ദ സിലിണ്ടർ. അങ്ങനെയൊക്കെ ആലോചിച്ചെടുക്കുക. 1/3 pi r square h. ഓക്കെ, ആൻഡ് if r is different, suppose if the radius of the hemisphere and the radius of the cone is different, you have to mention it as r1 and r2. But here both are same, no? So no problem. Now what all the things you can take outside? So first of all, you are supposed to make sure that whether the radius of the hemisphere and whether the radius of the cone are equal. Yes, both are equal. Then now we can think about how which all terms we can take it out. So tell me, which all terms? This is your first term, this is your second term, which you can take outside. Pi you can take outside, and here r cube is there, here r square is there. Anyway, from both term r square I can take outside, കാരണം ഇതിലും r square ഉണ്ട്, ഇവിടെ ഓൾറെഡി r square ഉണ്ട്. അപ്പോൾ പൈയും r squareും പുറത്ത് വന്നു. പിന്നെ ഡിനോമിനേറ്ററിൽ നിന്ന് എന്ത് ഔട്ട്സൈഡ് എടുക്കാം? ഒരു 3 ഔട്ട്സൈഡ് എടുത്തൂടെ? അപ്പോൾ pi r square by 3, കാരണം രണ്ടിലും ഇതിൻ്റെ ഡിനോമിനേറ്ററിലും 3 ഉണ്ട്. അപ്പം ഈ മുകളിലത്തെ പോർഷനിൽ നിന്ന് ഞാൻ പൈയും ഈ r ക്യൂബിൽ നിന്ന് ഒരു r square എടുത്തു, ഈ r square നിന്ന് r square തന്നെ. മനസ്സിലായില്ല? കാരണം രണ്ടിലും r square ഉണ്ടല്ലോ എന്തായാലും, കാരണം r ക്യൂബിൽ r square ഉണ്ട്. പിന്നെ ഡിനോമിനേറ്ററിൽ 3 ഔട്ട്സൈഡ് എടുത്തു. ബാക്കി എന്തുണ്ടാവും? അപ്പം ഇപ്പം നിങ്ങൾ ആലോചിക്കുക, ഈ ടൈമിൽ ആലോചിച്ച് നോക്ക്, എന്തൊക്കെ പുറത്ത് വന്നു? പൈ പുറത്ത് വന്നു, ഈ r ക്യൂബിൽ നിന്ന് ഒരു r square പുറത്ത് വന്നു. ബാക്കി എന്തുണ്ടാവും? ഒരു r ഉണ്ടാവും. നിങ്ങൾ ഒന്നുകൂടെ ഞാൻ പറയുന്നു. ഓക്കെ, പൈ പുറത്തുണ്ട്, ഈ r ക്യൂബിൽ ഒരു r square പുറത്തുണ്ട്. ബാക്കി അവിടെ എന്തുണ്ട്? r ഉണ്ട്. പിന്നെ ഇവിടെ 2 ഇല്ലേ? 2 ഉണ്ട്. പിന്നെ ഡിവൈഡ് ബൈ ഈ 3 ഉണ്ടോ? ഇല്ല, 3 പുറത്താണുള്ളത്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ഈ രണ്ടാമത്തെ ടൈമിൽ പ്ലസ് ഈ രണ്ടാമത്തെ ടൈമിൽ എന്തൊക്കെ പുറത്ത് വന്നു? പൈ വന്നു, r square വന്നു. അപ്പോൾ ന്യൂമറേറ്ററിൽ ഒരു h മാത്രമേ ഉള്ളൂ. ഡിനോമിനേറ്ററിൽ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, സോറി. അപ്പം നിങ്ങൾ ഇവിടെ ഒന്ന് എഴുതണ്ട കേട്ടോ. ഓക്കെ, യു മേ അണ്ടർസ്റ്റാൻഡ്. കാരണം ഡിനോമിനേറ്ററിൽ 3 ഔട്ട്സൈഡ് ഉണ്ട്. ഓക്കെ,
Now you just see, now it is the time to substitute everything. And here the value of pi, here it is given as 3.14. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു, തൽക്കാലം പൈനെ പൈ ആയിട്ട് തന്നെ വേണ്ട, നമുക്ക് അവസാനം കൊടുക്കാമല്ലേ 3.14. ആൻഡ് വാട്ട് ഈസ് ദിസ് ആർ? ആർ സ്റ്റാൻഡ്സ് ഫോർ ദ റേഡിയസ്. സോ 2 സ്ക്വയർ ഡിവൈഡ് ബൈ 3 എന്ന് എഴുതി. 2 ഇൻറ്റു ആർ അഗെയിൻ, 2 ആർ റേഡിയസ് ആണല്ലോ 2 പ്ലസ് എച്ച് എന്താണ്? എച്ച് സ്റ്റാൻഡ്സ് ഫോർ ദ ടോട്ടൽ ഹൈറ്റ് ഓർ ഹൈറ്റ് ഓഫ് ദ കോൺ. ഹൈറ്റ് ഓഫ് ദ കോൺ. വൈ? ബിക്കോസ് എച്ച് എവിടെ നിന്നാണ് വന്നത്? ഇതാ കോണിക്കൽ പോർഷൻ്റെ ഫോർമുലയിൽ നിന്നാണ് എച്ച് വന്നത്. ഇതാ ഇത് കോണിക്കൽ പോർഷൻ്റെ വോളിയമാണ്. നിങ്ങൾക്ക് മനസ്സിലായോ? അപ്പോൾ എച്ച് എന്ന് പറയുമ്പോൾ നിങ്ങൾ ടോട്ടൽ ഹൈറ്റ് അല്ല ഉദ്ദേശിക്കുന്നത്. ഈ എച്ച് എവിടെ നിന്ന് വന്നത്? ഇത് കോണിൻ്റെ എച്ചിൽ നിന്നാണ്. ഈ എച്ച് എന്ന് പറഞ്ഞാൽ കോണിൻ്റെ എച്ചാണ്. അപ്പോൾ കോണിൻ്റെ എച്ച് എന്താണ്? 2. അപ്പോൾ നിങ്ങൾ അങ്ങനെ കോണിൻ്റെ ഹൈറ്റ് എത്രയാണ്? 2 സെൻറ്റിമീറ്റർ. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ആലോചിക്കാനുണ്ട്. സോ എന്ത് വരും? 2 സ്ക്വയർ ഈസ് 4. സോ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് 4π/3. ദ 2 സ്ക്വയർ 4 ആണ്. 4π/3 വന്നു. ബാക്കി എന്തിൻ്റെ 2 × 2 4, 4 + 2 6. അപ്പോൾ ഇങ്ങനെ വന്നു. ഇപ്പോൾ നിങ്ങൾ നോക്കുക, 4π ഇൻറ്റു ഈ 3 ഉം 6 ഉം ക്യാൻസൽ എന്ത് വരും? 2 വരും. 4π × 2 എന്ന് വരില്ലേ? സോ ദാറ്റ് ഈസ് നത്തിങ് ബട്ട് 8π. And now we can substitute the value of pi as 3.14. So 3.14 into 8 എന്നാണ് വരിക. So answer is 25.12. Since it is volume, which is the unit cube. So here the unit is centimeters or centimeter cube. കൊച്ചു കരയുന്നുണ്ട്, താഴെ പോയി നോക്കട്ടെ, നിങ്ങൾ കേൾക്കുന്നുണ്ടാവുമല്ലോ, ഒന്ന് നോക്കിയിട്ട് വരാം കേട്ടോ. See. So you may understood, and we got the answer as 25.12 centimeter cube. So don't forget to write this unit. Okay. If you forget to write this unit, you will lose half mark. Okay. And this is the volume of the toy. How we calculate the volume of the toy? By adding the volume of hemisphere and volume of cone. Why? Because this toy is made up of a hemisphere and cone. And just substitute the volume of hemisphere. It is nothing but 2/3 pi r cube. Volume of hemisphere is nothing but 2/3 pi r cube. And volume of the conical portion is nothing but 1/3 pi r square. You may understood, no? And in that way, very next step, we understood that both are same, so we can easily take outside, and sometimes we used to take outside. In that way, we got the answer as what? 25.12 centimeter cube. Okay, you may understood, no? This is your answer. Okay. അപ്പോൾ നിങ്ങളോട്ട് കാര്യം പറയാൻ പറഞ്ഞത്, മോൻ എന്തിനാണ് കരഞ്ഞതെന്ന്. നമ്മൾ സൈക്കിള് ഓടിക്കുമ്പം ഒരു സൈഡിൽ മാത്രം ഒരു കാല് കൊണ്ട് മാത്രം നമ്മൾ സൈക്കിൾ ഓടിക്കില്ലേ? ഇപ്പോൾ ലെഫ്റ്റ് പെഡലിൽ നമ്മൾ ഒരു കാല് മാത്രം വെച്ചിട്ട് ഒരു സൈഡിൽ നിന്ന് സൈക്കിൾ ഇങ്ങനെ ഓടിക്കില്ലേ? അതുപോലെ ഓടിക്കാറുണ്ട് ഞാൻ. ഇങ്ങനെ സൈക്കിൾ ഞങ്ങൾ ഓടിക്കാറുണ്ട്. അപ്പോൾ മൂപ്പർക്ക് ഒരു ചെറിയൊരു കുതിരയുണ്ട്, ടോയ്. അതിൻ്റെ ഒരു സൈഡിൽ മാത്രം കയറി നിന്നിട്ട് ഓടിച്ചത്. അപ്പോൾ കുതിര അടക്കം മറിഞ്ഞ് വീണ് ആകെപ്പാട് സീനായി. ഓക്കെ, സോ ദിസ് ഈസ് യുവർ ആൻസർ. സോ വി അണ്ടർസ്റ്റുഡ് ദ വോളിയം ഓഫ് ദ ടോയ് ആസ് 25.12 centimeter cube. Okay, shall we read the next portion of the question? See, if a right circular cylinder circumscribes the toy, find the difference of the volume of the cylinder and the toy. It means that, once again, if a right circular cylinder circumscribes the toy എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ടോയ് ഞാൻ എവിടെ ഇറക്കി വെക്കുന്നു? ഒരു റൈറ്റ് സർക്കുലർ സിലിണ്ടറിൻ്റെ ഉള്ളിലോട്ട് ഈ ടോയിനെ ഞാൻ മാറ്റി വെക്കുന്നു. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായില്ല? അതായത് ഒരു റൈറ്റ് സർക്കുലർ സിലിണ്ടർ സർക്കംസ്ക്രൈബ്സ് ദ ടോയ് എന്ന് പറയുമ്പം ഈ ടോയിനെ ഞാൻ ഒരു റൈറ്റ് സർക്കുലർ സിലിണ്ടറിലോട്ട്, അതായത് ഒരു സിലിണ്ടറിലോട്ട് ഞാൻ മാറ്റുന്നു ഈ ടോയിനെ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എങ്ങനെയാണ് ടോയിനെ സിലിണ്ടറിലോട്ട് മാറ്റുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, സർക്കംസ്ക്രൈബ്സ് എന്ന് പറയുമ്പം ഇതിനെ ഉൾക്കൊള്ളുന്ന, അതായത് ഇതിനെ കറക്റ്റായിട്ട് ഉൾക്കൊള്ളുന്ന ഒരു സിലിണ്ടറിലോട്ട്, അതായത് ഇത് ഞാൻ ഒരു ബക്കറ്റിലോട്ട് ഇറക്കി വെക്കുന്നു എന്ന് വിചാരിക്കാം. ഓക്കെ, ഏത് ഈ ടോയ് ഞാനൊരു ബക്കറ്റിലോട്ട് ഇറക്കി വെക്കുന്നു. ബക്കറ്റ് സിലിണ്ടറിൻ്റെ ഷേപ്പിലാവൂല, എങ്കിലും സിലിണ്ടറിൻ്റെ ഷേപ്പിലൊരു ബക്കറ്റാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ ടോയിനെ എങ്ങനെ ഇറക്കി വെക്കാം? ഇത് കറക്റ്റ് കൊള്ളുന്ന ബക്കറ്റിൽ ഇറക്കി വെക്കണം. അല്ലാണ്ട് ഇതങ്ങ് ഇറക്കി വെച്ച് കഴിഞ്ഞാൽ ബക്കറ്റിൽ ഒരുപാട് സ്പേസ് ബാക്കി വരാൻ പാടില്ല. ഇത് കറക്റ്റ് കൊള്ളണം. അപ്പോൾ എങ്ങനത്തെ ബക്കറ്റിലായിരിക്കും ഇറക്കി വെക്കേണ്ടത്? നിങ്ങൾ ആലോചിക്കുക. ഇതിൻ്റെ അത്രയും ഹൈറ്റുള്ള, അല്ലേ, ഇതിൻ്റെ അത്രയും ഹൈറ്റ് കറക്റ്റുള്ള, ഇത് കറക്റ്റ്, ഇതിൻ്റെ അത്രയും വിഡ്ത്ത്, അല്ലേ, ഇതിൻ്റെ വിഡ്ത്ത് കറക്റ്റ്, ഇതിൻ്റെ തന്നെ വിഡ്ത്തുള്ള ഒരു സിലിണ്ടറിലായിരിക്കണം ഇറക്കി വെക്കേണ്ടത്. ഏകദേശം ഇങ്ങനെ വരും, അല്ലേ, ഇങ്ങനെയാണ്. ഇതാണ് സർക്കംസ്ക്രൈബ് എന്ന് പറയുമ്പം, അതായത് കറക്റ്റ് കൊള്ളണം. ഓക്കെ, ഇറക്കി വെക്കാൻ പറ്റണം. പിന്നെ കൂടുതൽ സ്പേസോ അല്ലെങ്കിൽ സിലിണ്ടറിൻ്റെ ഹൈറ്റ് കൂടുതലോ വിഡ്ത്ത് കൂടുതലോ ഒന്നും പാടില്ല. ടോയിൻ്റെ വിഡ്ത്ത് തന്നെ ആയിരിക്കണം, ടോയിൻ്റെ ഹൈറ്റ് തന്നെ ആയിരിക്കണം. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇനി നിങ്ങളോട് ചോദിച്ചേക്കുന്നത്, വാട്ട് ഈസ് ദ ഫൈൻഡ് ദ ഡിഫറൻസ് ഓഫ് ദ വോളിയംസ് ഓഫ് ദ സിലിണ്ടർ ആൻഡ് ദ ടോയ് എന്ന് പറയുമ്പം എന്താ നിങ്ങൾ ഉദ്ദേശിക്കേണ്ടതെന്ന് അറിയോ? എന്താ നിങ്ങൾ കണ്ടുപിടിക്കേണ്ടതെന്ന് അറിയോ?
ഫൈൻഡ് ഇങ്ങനെ ഇറക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ ടോയ് നിങ്ങൾ എന്ത് ചെയ്യുന്നു, ഒരു സിലിണ്ടറിൻ്റെ ഉള്ളിൽ ഇറക്കി വെക്കുന്നു. അപ്പോൾ നിങ്ങൾ കണ്ടുപിടിക്കേണ്ട കാര്യം എന്താണ്, ഫൈൻഡ് ദ ഡിഫറൻസ് ഓഫ് ദ വോളിയം ഓഫ് ദ സിലിണ്ടർ ആൻഡ് ദ ടോയ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിലിണ്ടറിൻ്റെ വോളിയം ഈ ടോയിൻ്റെ വോളിയത്തിൻ്റെയും ഡിഫറൻസ് കാണണം. എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത്, സിലിണ്ടറിൻ്റെ വോളിയം മൈനസ് ടോയിൻ്റെ വോളിയം. ഇത് വേറൊരു രീതി ചോദിക്കാം. ഇങ്ങനെ ഇറക്കി വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഇത് ഇറക്കുന്നതിന് മുമ്പ് ഈ സിലിണ്ടറിൽ കുറച്ച്, ഇത് വേറൊരു രീതിയിലും ക്വസ്റ്റ്യൻ ചോദിക്കാം, അതാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഈ സിലിണ്ടറിൻ്റെ ഉള്ളിൽ എന്തായാലും എയർ ഉണ്ടാവുമല്ലോ. അപ്പം ഈ ടോയ് ഇറക്കി വെച്ച് കഴിഞ്ഞാൽ ഈ ടോയിൻ്റെ ഇരിക്കുന്ന ആ സ്പേസിൻ്റെ ഭാഗത്തുള്ള എയർ പുറത്തു പോകും. അപ്പോൾ ബാക്കി എത്ര എയർ ഉണ്ടാവും എന്ന് ചോദിക്കും. അപ്പോൾ എങ്ങനെയാണ്, അല്ലെങ്കിൽ ഇതിങ്ങനെ, അതായത് ഈ സിലിണ്ടറിൽ ഈ ടോയ് ഇറക്കി വെച്ച് കഴിഞ്ഞാൽ ബാക്കി എത്ര എയർ ഉണ്ടാവും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ ചെയ്യുക, സിലിണ്ടറിൻ്റെ വോളിയത്തിൽ നിന്ന് എന്ത് വോളിയം സബ്ട്രാക്ട് ചെയ്യുക, സിലിണ്ടറിൻ്റെ വോളിയം കണ്ടുപിടിക്കുമ്പോൾ ഇതിൽ ആദ്യം ഉണ്ടായിരുന്ന വോളിയം ഓഫ് എയർ കിട്ടും. പിന്നെ ഇതിൻ്റെ വോളിയം നിങ്ങൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ സിലിണ്ടറിൻ്റെ വോളിയത്തിൽ നിന്ന് ഇതിൻ്റെ വോളിയം സബ്ട്രാക്ട് ചെയ്താൽ ബാക്കിയുള്ള ഭാഗത്തുള്ള വായുവിൻ്റെ അളവ് കിട്ടുമല്ലോ. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ കണ്ടുപിടിക്കണം. എന്താണ് ഇവിടെ ക്വസ്റ്റ്യൻ അതൊന്നുമല്ല ചോദിച്ചേക്കുന്നത്. ഫൈൻഡ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ വോളിയം ഓഫ് ദ സിലിണ്ടർ ആൻഡ് ദ ടോയ് എന്ന് പറയുമ്പോൾ വോളിയം ഓഫ് ദ സിലിണ്ടർ മൈനസ് വോളിയം ഓഫ് ദ ടോയ് ചെയ്താൽ മതി. കാരണം ഡിഫറൻസ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്. സോ ആൻഡ് വാട്ട് വി ഹാവ് ടു കാൽക്കുലേറ്റ് വോളിയം ഡിഫറൻസ് isn't it, or required volume. Let me write it as required volume. So ഇവിടെ ഇതിനൊക്കെ എഴുതുന്നതിന് മുമ്പ് നിങ്ങൾ given radius is equal, height is equal എന്നൊക്കെ പറഞ്ഞ് രണ്ട് വരി എഴുതിയിട്ടാണ് എഴുതാൻ. ആൻഡ് ഹിയർ required volume is equal to what, volume of cylinder minus volume of toy. വോളിയം ഓഫ് സിലിണ്ടർ, ഇത് നിങ്ങൾ ഇങ്ങനെ എഴുതണ്ട, നിങ്ങൾ വോളിയം ഓഫ് തന്നെ എഴുതിയാൽ മതി. ഞാൻ സമയം ലാഭിക്കാൻ വേണ്ടി ഇങ്ങനെ എഴുതുന്നു. വോളിയം ഓഫ് സിലിണ്ടർ മൈനസ് വോളിയം ഓഫ് ടോയ്. വിച്ച് ഇസ് ദ ഫോർമുല ഫോർ കാൽക്കുലേറ്റിംഗ് വോളിയം ഓഫ് സിലിണ്ടർ? ദ ഫോർമുല ഈസ് pi r square h minus what is volume of toy? We already calculated that. What is that? 25.12, isn't it? And here you can substitute all the values. So pi as it is. Then in order to substitute r and h, we have to calculate the radius of the cylinder and the h of the cylinder, isn't it? Because here we are going to calculate the volume of cylinder. So we are supposed to calculate what is radius of cylinder and h, height of the cylinder. Okay. So what can be the radius of cylinder and the height of the cylinder? See, this is your figure. ഇതിൻ്റെ റേഡിയസ് കാണണം ഇല്ല. അതായത് പുറമേ ഉള്ള സിലിണ്ടറിൻ്റെ കാര്യമാണ് നമ്മൾ ആലോചിക്കുന്നത്. അപ്പോൾ പുറമേ ഉള്ള സിലിണ്ടറിൻ്റെ റേഡിയസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതല്ലേ സിലിണ്ടറിൻ്റെ റേഡിയസ്, ഇതാ സിലിണ്ടറിന് താഴെയുള്ള സർക്കിൾ ഇതാണ്. അപ്പോൾ ഓഫ് കോഴ്സ് സിലിണ്ടറിൻ്റെ റേഡിയസ് എന്ന് പറഞ്ഞാൽ ഇതാണ് ഈ മാർക്ക് ചെയ്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കി, ഈ ഫിഗറിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ് ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ ഡിസ്റ്റൻസിനോട് ഈക്വൽ ആയിരിക്കും. ഫിഗറിൽ നിന്ന് വ്യക്തമല്ലേ, ദിസ് ഈസ് ഈക്വൽ ടു this one. That means radius of the cylinder should be equal to the radius of the toy. That means radius of the cylinder will be what, 2 cm. And ini ningal nokka, height of the cylinder, that will be equal to the height of the toy. Height of the cylinder will be equal to the height of the toy. കാരണം height of the cylinder എന്ന് വെച്ചാൽ ഇവിടെ മുതൽ ഇവിടെ വളരെ ശ്രദ്ധയോടെ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ. height of the, ചില കുട്ടികൾ എന്ത് ചെയ്യുന്നറിയോ, height of the cylinder ഈ എച്ചിന് പകരം എന്ത് എഴുതും, ഈ എച്ചിന് പകരം സംഭവിക്കാൻ പോകുന്ന കാര്യം ഞാൻ പറയുന്നത്, ഈ എച്ചിന് പകരം നിങ്ങൾ എന്ത് ചെയ്യും, ഇവിടെ എച്ച് നമ്മൾ എന്താ കൊടുത്ത് 2 അല്ലേ, ആ 2 എഴുതി കളയും. പക്ഷേ എന്താണ്, ഈ 2 എന്ന് പറയുമ്പോൾ കോണിൻ്റെ ഹൈറ്റാണ്. നമുക്ക് വേണ്ടത് ഇവിടെ സിലിണ്ടറിൻ്റെ ഹൈറ്റാണ്. സിലിണ്ടറിൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടം മുതൽ ഇവിടം വരെ ഉണ്ട്. അപ്പോൾ സിലിണ്ടറിൻ്റെ ഹൈറ്റ് കിട്ടാൻ എന്തൊക്കെ ആഡ് ചെയ്യണം, ഇവിടം മുതൽ ഇവിടം വരെയാണ് സിലിണ്ടറിൻ്റെ ഹൈറ്റ്. ഇവിടം മുതൽ ഇവിടം വരെയാണ് സിലിണ്ടറിൻ്റെ ഹൈറ്റ്. അപ്പം ഇത്രയാണ് കിട്ടണം നമുക്ക്. അതായത് ഇത്രയുമുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇത്രയുള്ള ഡിസ്റ്റൻസ് പ്ലസ് ഇത്രയുള്ള ഡിസ്റ്റൻസ് ആണോ ആഡ് ചെയ്യേണ്ടത്. ഇത്രയുള്ള ഡിസ്റ്റൻസ് എന്താണ്, ദാറ്റ് വിൽ ബി സെയിം ആസ് ദിസ് ഹൈറ്റ്, അതായത് 2. അപ്പം 6 നമുക്ക് ഒരു സംശയമില്ല 2 സെൻറ്റിമീറ്റർ. ഇനി ഹൈറ്റ് ഓഫ് ദ സിലിണ്ടറാണ് ഞാൻ പറയുന്നത്. അത് കിട്ടാൻ എന്ത് ചെയ്യണം, ഇവിടം മുതൽ ഇവിടം വരെ ഉള്ളത് കൺസിഡർ ചെയ്യണം. ഓക്കെ. സോ ഹൈറ്റ് ഓഫ് ദ സിലിണ്ടർ ഞാൻ h എന്ന് ഡിനോട്ട് ചെയ്യുന്നു. ഓക്കെ. അപ്പം ഇവിടം മുതൽ ഇവിടം വരെ 2 ആണ്. പ്ലസ് പിന്നെ ഈ ഒരു പോർഷൻ കൂടെ ആഡ് ചെയ്യണ്ടേ, അതെത്രയാണ് നമ്മൾ ഓൾറെഡി മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് റേഡിയസ് ആണ്, ഇത് റേഡിയസ്. അപ്പം ഈ ഡിസ്റ്റൻസ് നമുക്ക് കിട്ടി നേരത്തെ. എന്താണത്, 2 അല്ലേ. അപ്പോൾ 2 + 2 4 സെൻറ്റിമീറ്റർ. വൺസ് അഗെയിൻ ഇതാണ് ടോട്ടൽ ഹൈറ്റ് എന്ന് പറയുന്നത്. അതായത് ഇതും കൂടെ ആഡ് ചെയ്താൽ ടോട്ടൽ ഹൈറ്റ് കിട്ടും. ഇതെന്ന് വെച്ചാൽ കോണിൻ്റെ ഹൈറ്റ്, അത് 2 ആണ്. പിന്നെ ഇതെന്ന് വെച്ചാൽ ഈ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ആ ഹെമിസ്ഫിയറിൻ്റെ റേഡിയസാണ്. ഇത് റേഡിയസ് 2 ആണ്, ഇതും റേഡിയസ് 2 ആണല്ലോ. അപ്പോൾ ഈ ടൂവും കൂടെ ആഡ് ചെയ്താലാണ് ടോട്ടൽ 4 കിട്ടുക, 4 സെൻറ്റിമീറ്റർ. ആൻഡ് ഹിയർ ഇൻസ്റ്റെഡ് ഓഫ് സ്മോൾ ലെറ്റർ h, ലെറ്റ് മീ റൈറ്റ് ഇറ്റ് ആസ് ക്യാപിറ്റൽ ലെറ്റർ h, അത് 4 സെൻറ്റിമീറ്റർ നമുക്ക് കിട്ടി. അപ്പോൾ ഇവിടത്തെയും എച്ചിന് ക്യാപിറ്റൽ ലെറ്റർ h കൊടുത്തു, അതാണ് ഏറ്റവും നല്ലത്. കാരണം അല്ലെങ്കിൽ ഈ സ്മോൾ ലെറ്റർ എച്ചും ഇവിടുത്തെ സ്മോൾ ലെറ്റർ എച്ചും കൂടെ കൺഫ്യൂഷൻ ആകും. അപ്പോൾ എന്തായാലും നിങ്ങൾ മസ്റ്റായിട്ടും ക്യാപിറ്റൽ ലെറ്റർ h സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ pi into r is nothing but 2 square into h is nothing but 4 minus 24.12. And see here it is 4 into this is 4, no? So 4 into 4 is 16 into 3.14. 16 into 3.14 minus 24.12. What is 16 into 3.14? Calculate here. 314 into 16.
50, 24. That means answer നമുക്ക് 50.24 minus 24.12. What is 50.24 minus 25.12? 50.24 minus 25.12. Answer will be what? 25.12 centimeter cube. അതായത് നേരത്തെ കിട്ടിയ ആൻസറും 25.12 സെൻറ്റിമീറ്റർ ക്യൂബാണ്. ഇപ്പോൾ കിട്ടിയ ആൻസറും രണ്ടും സെയിം ആണ്. ഓക്കെ, അതിനൊന്നും ഇതിലൊരു അർത്ഥമില്ല, രണ്ടിൻ്റെ ആൻസർ സെയിം ആയെന്ന് മാത്രം. പക്ഷേ ഇവിടെ നമ്മൾ രണ്ടാമത് കണ്ടുപിടിച്ചത് എന്താണ്, വോളിയം ഓഫ് സിലിണ്ടർ മൈനസ് വോളിയം ഓഫ് ടോയ് ആണ് നമ്മൾ കണ്ടുപിടിച്ചത്. ആദ്യം കണ്ടുപിടിച്ചത് വോളിയം ഓഫ് ടോയ് മാത്രം. ആൻഡ് ദിസ് ഈസ് ഇറ്റ്. This is the answer for the second question. That means this much, this is the volume, difference of volume. Okay, you may understood, no? So shall we open exercise 13.2? Yes. So this is your first question, and it is given that you can take pi is equal to 22/7 unless stated otherwise. അതായത് ചില ക്വസ്റ്റ്യനിൽ pi is equal to 3.14 എന്ന് പറയും. പറഞ്ഞിട്ടില്ലാത്തടത്തോളം കാലം നിങ്ങൾക്ക് 22/7 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, എ സോളിഡ് ഈസ് ഇൻ ദ ഷേപ്പ് ഓഫ് എ കോൺ സ്റ്റാൻഡിങ് ഓൺ എ ഹെമിസ്ഫിയർ. എ സോളിഡ് ഈസ് ഇൻ ദ ഷേപ്പ് ഓഫ് എ കോൺ, ഒരു കോണാണ്. എ സോളിഡ് ഈസ് ഇൻ ദ ഷേപ്പ് ഓഫ് എ കോൺ സ്റ്റാൻഡിങ് ഓൺ എ ഹെമിസ്ഫിയർ. ദാറ്റ് മീൻസ് ഹെമിസ്ഫിയർ ഈസ് മൗണ്ടഡ് ബൈ എ കോൺ, isn't it? And with both their radii being equal to 1 centimeter and the height of the cone is equal to its radius. Height of the cone is equal to its radius. Find the volume of the solid in terms of pi. So let me draw a figure and explain the question. Maybe you understood the question. See, a solid is in the shape of a cone standing on a hemisphere. എന്ന് വെച്ചാൽ എന്താ, ഒരു സോളിഡ് നിങ്ങൾ കൺസിഡർ ചെയ്യണം. എങ്ങനത്തെ സോളിഡാ? ഒരു കോൺ എവിടെ നിൽക്കുന്നു? ഒരു ഹെമിസ്ഫിയറിൻ്റെ മുകളിൽ നിൽക്കുന്നു. അതായത് ആദ്യം എന്ത് വരയ്ക്കണം? ചുരുക്കം പറഞ്ഞാൽ ഹെമിസ്ഫിയർ. ഇതാ, ആദ്യം നിങ്ങളൊരു ഹെമിസ്ഫിയർ വരയ്ക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം? ഈ ഹെമിസ്ഫിയറിൻ്റെ മുകളിലാണ് എന്ത് നിൽക്കുന്നത്? ഒരു കോൺ നിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പല രീതിയിൽ കോൺ വരയ്ക്കാം. ഈ കോണിൻ്റെ ബേസ് ഹെമിസ്ഫിയറിൻ്റെ ബേസിൻ്റെ അത്ര തന്നെ വലുപ്പത്തിലാകണമെന്നില്ല. ചിലപ്പം ഇങ്ങനെയൊക്കെ നിങ്ങൾ വിചാരിക്കും. ഇങ്ങനെയൊക്കെ നമുക്ക് വരയ്ക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഒരു ഹെമിസ്ഫിയറിൻ്റെ മേൽ കോൺ എന്ന് പറയുമ്പോൾ പല രീതിയിലും നമ്മൾ ചിന്തിക്കും. പക്ഷേ ഇവിടെ ഇങ്ങനെ തന്നെ വരയ്ക്കണം. കാരണം എന്താണ്? വിത്ത് ബോത്ത് ദെയർ റേഡിയൈ ബീങ് ഈക്വൽ ടു 1 centimeter. അതായത് റേഡിയസ് ഓഫ് ദ കോൺ ഷുഡ് ബി ഈക്വൽ ടു ദ റേഡിയസ് ഓഫ് ദ ഹെമിസ്ഫിയർ എന്ന് അവിടെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. രണ്ടിൻ്റെയും റേഡിയൈ ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് രണ്ടിൻ്റെയും റേഡിയസ് ഈക്വൽ ആകുമ്പോൾ രണ്ടിൻ്റെയും ഡയമീറ്റർ ഈക്വൽ ആവും. അതായത് രണ്ടിൻ്റെയും ഈ സൈസ് എന്താണ്? ഈക്വൽ ആണ്. അല്ല, ഇതാണ് സർക്കിൾ, ഇവിടെയാണ് റേഡിയസ് വരിക. അപ്പം ഇങ്ങനത്തെ ഡിഫറെൻ്റ് ആവാനുള്ള ചാൻസ് ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ പറഞ്ഞേക്കുന്നത് രണ്ടിൻ്റെ റേഡിയസും ഈക്വൽ ആണ്. ആൻഡ് റേഡിയസ് ഈസ് ഈക്വൽ ടു വാട്ട്? 1 centimeter. കോമൺ റേഡിയസ് ഈക്വൽ ആണ്. സോ റേഡിയസ് ഈക്വൽ 1 centimeter. റേഡിയസ് ഈക്വൽ ആയിരുന്നെങ്കിൽ നമ്മൾ ഇതിനെ R1 ഇതിനെ R2 എന്ന് വിളിച്ചേനെ. പക്ഷേ ഇവിടെ നമുക്ക് R എന്ന് തന്നെ വിളിക്കാം. R is equal to 1 centimeter. You may understood. And read the next line. And see, and the height of the cone is equal to its radius. This is what is height of the cone, no? H. That is equal to its radius. Radius is 1 centimeter. So height is equal to radius means height also should be what? 1 centimeter. You may understood. Okay. And here you have to calculate the volume of the solid in terms of pi. This is the solid in front of you. You are supposed to calculate the volume of this. So how you can calculate the volume? So required volume is equal to, tell me very fast. Volume of hemisphere plus volume of cone. Which is the formula for calculating volume of hemisphere? 2/3 pi r cube. And volume of cone 1/3 pi r square h. Which all terms you can take out? R here and R. See here, one R is there, here one R is there. Since both R are same, no need to write it as R1 and R2. So of course you can take R outside, not R. Here R cube is there, here R square is there. So which is in R cube R square is there, in R square already R square is there. So in short, R square you can take outside from both the term, and pi you can take outside, and from the denominator 3 also you can take outside, because 3 രണ്ടിലും denominator 3 ആണ്. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ബാക്കി ഇതിലുണ്ടാവും. നമ്മൾ ചെയ്തിട്ടുണ്ട്, ഇതേ പ്രോബ്ലം തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ബാക്കി ഇതിലുണ്ടാവും, ന്യൂമറേറ്ററിൽ 2 ബാക്കി ഉണ്ടാവും, പൈ പുറത്തുണ്ട്, ആർ ക്യൂബിൽ ആർ സ്ക്വയർ പുറത്തുണ്ട്, ബാക്കി ഒരു ആർ ഉണ്ടാവുള്ളൂ. രണ്ടാമത്തേൽ ഡിനോമിനേറ്ററിൽ 3 പുറത്തുണ്ട്, പൈ പുറത്തുണ്ട്, ആർ സ്ക്വയർ പുറത്തുണ്ട്, ഒരു എച്ച് ഉള്ളൂ. ഓക്കെ, ഇനി നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. പൈ ഇൻറ്റു ആർ ഇസ് നത്തിങ് ബട്ട് 1 centimeter, സോ 1 square divided by 3 into 2 into r is given as 1 plus h is given as 1. What this h stands for? H not representing the total height. Here h represents the what? സി ഇവിടെ നിന്നാണ് എച്ച് വന്നിരിക്കുന്നത്, ഇത് എവിടെ നിന്നാണ് വന്നത്? കോണിൽ നിന്ന്. അപ്പോൾ എച്ച് എന്തായിരിക്കും? ഹൈറ്റ് ഓഫ് ദ കോൺ. അപ്പോൾ അങ്ങനെ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പം ഇനി ഈ പൈക്ക് ഈസ് ദർ എനി നീഡ് ടു സബ്സ്റ്റിറ്റ്യൂട്ട് ആസ് 22/7? നോ, ബിക്കോസ് ഇൻ ദ ക്വസ്റ്റ്യൻ ഇറ്റ് ഈസ് ഗിവൺ ദാറ്റ് യു ഹാവ് ടു ഫൈൻഡ് ദ വോളിയം ഓഫ് ദ സോളിഡ് ഇൻ ടേംസ് ഓഫ് പൈ. It means that you are not supposed to substitute the value of pi as 3.14 or 22/7. You can keep pi as it is, because pi in the times is uttaram vendadu. So pi into 1 square is pi by 3. So pi by 3. And what is 2 plus 1?
It is 2, no? 2 into 1, 2, 2 plus 1, 3. So in short, 3 will get cancelled. Answer is pi. Since all the units are in centimeters, centimeter cube, because it is the volume. So pi centimeter cube is the answer for the question. See, second question. Rachel, an engineering student, was asked to make a model shaped like a cylinder with 2 cones attached at 2 ends by using a thin aluminum sheet. എന്ന് പറഞ്ഞാൽ എന്താ? റേച്ചൽ, ഓക്കെ, അത് നമുക്ക് കൂടുതൽ മനസ്സിലാക്കാനൊന്നുമില്ല. റേച്ചൽ ഒരു പെൺകുട്ടിയുടെ പേരാണ്. ആൻ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻറ്റ് വാസ് ആസ്ക്ഡ് ടു മേക്ക് എ മോഡൽ ഷേപ്പ് ലൈക്ക് എ സിലിണ്ടർ. അവളോട് ഒരു മോഡൽ ഉണ്ടാക്കാൻ പറഞ്ഞു. ഒരു മോഡൽ, ഇപ്പം നമ്മൾ വർക്കിംഗ് മോഡൽ, സ്റ്റിൽ മോഡൽ ഉണ്ടാക്കാൻ പറയില്ലേ, അതുപോലെ തന്നെ സ്റ്റിൽ മോഡലാണെന്ന് വിചാരിക്കുക. എന്തൊക്കെ വേണം അതിൽ സിലിണ്ടർ വേണം, വിത്ത് 2 കോൺസ് അറ്റാച്ച്ഡ് അറ്റ് ഇറ്റ്സ് 2 ends. അതായത് സിലിണ്ടറിന് 2 എൻഡ് ഉണ്ടാവില്ല, 2 സർക്കുലർ എൻഡ്. ആ 2 സർക്കുലർ എൻഡിലും എന്ത് അറ്റാച്ച് ചെയ്യണം? 2 കോൺ. അതായത് ഇപ്പറേ ഒരു കോൺ അറ്റാച്ച് ചെയ്യണം. ഓക്കെ, ബൈ യൂസിങ് എ തിൻ അലുമിനിയം ഷീറ്റ്. ദ ഡയമീറ്റർ ഓഫ് ദ മോഡൽ ഈസ് 3 cm. ഡയമീറ്റർ ഓഫ് ദ മോഡൽ ഈസ് 3 cm എന്ന് പറയുമ്പം ആ മോഡലിൻ്റെ ഡയമീറ്റർ തന്നെ 3 cm ആണ്. അതായത് നിങ്ങൾക്ക് സംശയം വരും, സാറേ ഇതിൽ സിലിണ്ടറിനും റേഡിയസ് ഉണ്ട്, അപ്പുറം ഇപ്പുറം വെക്കുന്ന കോണിനും റേഡിയസ് ഉണ്ട്, അത് രണ്ടും ഈക്വൽ ആയിരിക്കുമോ? ഈക്വൽ ആണ്. കാരണം അതുകൊണ്ടാണ് ഡയമീറ്റർ ഓഫ് ദ മോഡൽ, അതായത് അത് ടോട്ടൽ സിസ്റ്റത്തിൻ്റെ ഡയമീറ്റർ ആണ് തന്നിരിക്കുന്നത്. അതായത് ഡയമീറ്റർ കോമൺ ആണ്. വേറൊരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഡയമീറ്റർ സെയിം ആണ്. അതായത് സിലിണ്ടറിൻ്റെ അപ്പുറം ഇപ്പുറം കോൺ വെക്കുന്നുണ്ടല്ലോ, ഇപ്പോൾ 2 രീതിയിൽ വെക്കാം. ഈ ഡയമീറ്റർ ഓഫ് ദ സിലിണ്ടറും ഡയമീറ്റർ ഓഫ് ദ കോണും ഡിഫറൻ്റ് ആവാം. അങ്ങനെയാണെങ്കിൽ ഡിഫറൻ്റ് ആയിട്ട് തരും ക്വസ്റ്റ്യനിൽ. പക്ഷേ ഇവിടെ ഡയമീറ്റർ ഓഫ് ദ മോഡൽ എന്ന് പറയുന്ന ടോട്ടൽ, ആ മോഡൽ സിലിണ്ടറും കോണും അടങ്ങുന്ന ടോട്ടൽ മോഡലിൻ്റെ ഡയമീറ്റർ 3 cm എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിൻ്റെയും ഡയമീറ്റർ ഒന്നാണെന്നാണ് അർത്ഥം. ആൻഡ് ഇറ്റ്സ് ലെങ്ത് ഈസ് 12 cm. വാട്ട് ദിസ് ലെങ്ത് സ്റ്റാൻഡ്സ് ഫോർ? ടോട്ടൽ ലെങ്ത് ഓഫ് ദ സിസ്റ്റം. സിലിണ്ടറും കോണും ഉൾപ്പെടുന്ന അതിൻ്റെ ടോട്ടൽ ലെങ്ത് ആണ് 12 cm. ഇഫ് ഈച്ച് കോൺ ഹാസ് എ height of 2 cm, കോണിൻ്റെ ഹൈറ്റ് ഈസ് ഗിവൺ. 2 എൻഡിലും വെക്കുന്ന കോണില്ല, അതിൻ്റെ ഹൈറ്റ് ഈസ് ഗിവൺ ആസ് 2 cm. ആൻഡ് ഫൈൻഡ് ദ വോളിയം ഓഫ് എയർ കണ്ടെയ്ൻഡ് ഇൻ ദ മോഡൽ ദാറ്റ് റേച്ചൽ മെയ്ഡ്. ഓക്കെ, അപ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഈ റേച്ചൽ നിർമ്മിച്ചിരിക്കുന്ന മോഡലിൻ്റെ ഉള്ളിൽ എത്ര വായു ഉണ്ടെന്നാണ്, എയർ ഉണ്ടെന്നാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അസ്യൂം ദാറ്റ് ദ ഔട്ടർ ആൻഡ് ഇന്നർ ഡയമെൻഷൻസ് ഓഫ് ദ മോഡൽ ടു ബി നിയറസ്റ്റ്ലി സെയിം. ഇത് എന്തുകൊണ്ടാണ് ഈ ബ്രാക്കറ്റിൽ തന്നതെന്നുള്ളത് ഞാൻ വ്യക്തമാക്കി തരാം. അപ്പോൾ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ബ്രാക്കറ്റിൽ തന്നത് എന്താണെന്ന് ഞാനൊന്ന് ആദ്യം വ്യക്തമാക്കി തരാം നിങ്ങൾക്ക്. അതിനു മുമ്പ് നമുക്കൊരു കാര്യം ചെയ്യാം, ആ ക്വസ്റ്റ്യൻ്റെ ഫിഗർ ഒന്ന് വരയ്ക്കാം അല്ലേ, എന്നിട്ട് തുടങ്ങുമ്പോൾ വ്യക്തമാക്കി തരാം. Rachel, she is an engineering student. She is supposed to make a model which shaped like a cylinder, no? So you are supposed to draw cylinder first. Okay, you are supposed to draw cylinder. Then at 2 ends, which is attached, 2 cones are attached like this, no? Okay. And you may feel doubt whether the radius of the cone and radius of the cylinder are equal or not, but it is equal because in the question it is given that the diameter of the model is 3 cm എന്ന് പറഞ്ഞാൽ ഈ സിസ്റ്റത്തിൻ്റെ, ഈ മോഡലിൻ്റെ ഡയമീറ്റർ 3 cm എന്ന് വെച്ചാൽ എല്ലാത്തിനും ഒരേ ഡയമീറ്റർ ആണെന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് ദിസ് ഡയമീറ്റർ ഈസ് ഗിവൺ ആസ് 3 cm. ദാറ്റ് മീൻസ് diameter of the cylinder and diameter of the cone are equal. Here also similarly diameter of the cylinder and diameter of the cone are equal, and that diameter is given as what? 3 cm. Then what will be radius? 3/2 or 1/1.5. 3/2 cm or 1.5 cm. Just take the half, no? Okay. And diameter of the model is given as 3 cm. Okay. And its length is 12 cm. What do you mean by length? ഇതിൻ്റെ ടോട്ടൽ ഉള്ള ഈ ലെങ്ത് ഇല്ലേ, ഇതിൻ്റെ ടോട്ടൽ ഹൈറ്റ് എന്ന് നമുക്ക് വേണം സൂചിപ്പിക്കാം. ഈ ടോട്ടൽ ലെങ്ത് ആണ് എന്തെന്ന് പറഞ്ഞേക്കുന്നത് 12 cm. അതായത് ഞാൻ ക്യാപിറ്റൽ ലെറ്റർ H കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നു. 12 cm ടോട്ടൽ ഹൈറ്റ്. അത് ഹൈറ്റ് ഓഫ് ദ സിലിണ്ടറോ ഹൈറ്റ് ഓഫ് ദ കോണിക്കൽ പോർഷനോ ഒന്നും അല്ല, ടോട്ടൽ ഹൈറ്റ്. ഈ അറ്റം മുതൽ ഈ അറ്റം വരെയുള്ള ടോട്ടൽ ഹൈറ്റ് ഇസ് ഗിവൺ ആസ് 12 cm. ആൻഡ് സി ആൻഡ് ടെൽ മീ വൺ മോർ തിങ് ഇസ് ഗിവൺ. ഇഫ് ഈച്ച് കോൺ ഹാസ് എ ഹൈറ്റ് ഓഫ് 2 cm എന്ന് പറയുമ്പോൾ എന്താ, ഓരോ കോണിക്കൽ പോർഷൻ്റെയും ഹൈറ്റ് എത്രയാണ്? 2 cm ആണ്. അതായത് ഈ കോണിക്കൽ പോർഷൻ്റെ ഹൈറ്റ് സെപ്പറേറ്റ്ലി തന്നിട്ടുണ്ട്, അതിനെ സ്മോൾ ലെറ്റർ H കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നു, 2 cm. അതുപോലെ ഇപ്പുറത്തെയും കോണിക്കൽ പോർഷൻ്റെ, ഈച്ച് കോണിക്കൽ പോർഷൻ എന്ന് വെച്ചാൽ ഓരോ കോണിക്കൽ പോർഷൻ്റെ ഹൈറ്റും, അതായത് ഇതും ഞാൻ സെപ്പറേറ്റ് H എന്ന് മാർക്ക് ചെയ്യുന്നു, അതും 2 cm ആണ്. അതായത് കോണിക്കൽ പോർഷൻ, 2 എൻഡിലുള്ള കോണിക്കൽ പോർഷൻ്റെ ഹൈറ്റ് 2 cm ആണ് സെപ്പറേറ്റ് തന്നിട്ടുണ്ട്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പം H1ഉം H2 ഡിനോട്ട് ചെയ്യേണ്ട കാര്യമുണ്ടോ? ഇല്ല, രണ്ടിൻ്റെ ഹൈറ്റ് സെയിം ആയതുകൊണ്ട് H എന്ന് തന്നെ കോമൺ H. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടോ ഇവിടെ എന്തുകൊണ്ടാണ് ഞാൻ ക്യാപിറ്റൽ ലെറ്റർ H കൊടുത്തത്? കാരണം ഇവിടെ എനിക്ക് സ്മോൾ ലെറ്റർ H ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ടോട്ടൽ ഹൈറ്റിന് ക്യാപിറ്റൽ ലെറ്റർ H ഡിനോട്ട് ചെയ്തു. ഇനി can you tell me the height of the cylinder now?
Can you tell me the height of the cylinder? Height of the cylinder I am going to mark it as, or ഇത് ഞാൻ H1 എന്ന് വിളിക്കുന്നു കേട്ടോ. H1 രണ്ടിനെയും H1 എന്ന് വിളിക്കുന്നു, രണ്ടും സെയിം ആകുന്നതിന് H1. ആൻഡ് ഹൈറ്റ് ഓഫ് ദ സിലിണ്ടറിനെ H2 എന്ന് വിളിക്കുന്നു. ഈ ടോട്ടൽ ഹൈറ്റിനെ ക്യാപിറ്റൽ ലെറ്റർ H എന്ന് വിളിക്കുന്നു. കാരണം ഇത് ഇങ്ങനെ ഡിനോട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഫോർമുല എഴുതി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം നിങ്ങൾക്ക് തോന്നിയ ഒരു H എടുത്തിട്ട് എന്ത് ചെയ്യും, നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും, പാടില്ല. അതുകൊണ്ട് ഇങ്ങനെ ഡിസ്റ്റിങ്വിഷ് ചെയ്യണം, തെറ്റി വരും അല്ലെങ്കിൽ. ഓക്കെ. ആൻഡ് H2 represents the height of the cylinder. Tell me that. How we can calculate the height of the cylinder? എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? ഇതിൻ്റെ ടോട്ടൽ ഹൈറ്റ് തന്നിട്ടുണ്ട് 12. അതിൽ നിന്ന് ഈ പോർഷനും സബ്ട്രാക്ട് ചെയ്താൽ ഹൈറ്റ് ഓഫ് ദ സിലിണ്ടർ ആയില്ലേ? ഒന്നും കൂടെ ഞാൻ പറയാം. ഇതിൻ്റെ ടോട്ടൽ ഹൈറ്റ് തന്നിട്ടുണ്ട്. അതിൽ നിന്ന് ഈ ഭാഗത്തിൻ്റെ ഈ പോർഷൻ്റെ ഹൈറ്റ് അങ്ങ് സബ്ട്രാക്ട് ചെയ്തു, ഈ പോർഷൻ്റെ ഹൈറ്റ് അങ്ങ് സബ്ട്രാക്ട് ചെയ്താൽ പിന്നെ ഈ ഒരു ഭാഗമല്ലേ ഉണ്ടാവുള്ളൂ, അതിൻ്റെ ഹൈറ്റ് കിട്ടില്ലേ? യെസ്. ടോട്ടൽ ഹൈറ്റ് എത്ര? 12 സെൻറ്റിമീറ്റർ. അതിൽ നിന്ന് 2 സബ്ട്രാക്ട് ചെയ്യുമ്പം 10, പിന്നെ ഒരു 2 കൂടെ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 8. അപ്പം ഹൈറ്റ് ഓഫ് ദ സിലിണ്ടർ എത്രയാണ് കിട്ടുക? 8 സെൻറ്റിമീറ്റർ അല്ലേനോ? സെൻറ്റിമീറ്റർ. യെസ്. Okay, once again, total height is given as 12 centimeter and height of the cone is separately given, and we can easily calculate the height of the cylinder. How? The total height minus this height and this height. That means 12 minus 2 will be 10, 10 minus 2 will be 8 centimeter. So all the things you had to write here. What? Height of the cone. Height of cone. We can write it as H1. H1 is equal to what? 2 centimeter. Then height of total system, capital H, is given as what? 12 centimeter. Then height of cylinder H2 is given as what? Not given. We can easily calculate how 12 minus 2 minus 2, no? Yes. What is that? 8 centimeter. 8 centimeter. In that way we got all the things we needed. Okay. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇനി നമ്മളോട് ചോദിച്ചേക്കുന്നത് ഇതിൻ്റെ ഉള്ളിൽ എത്ര എയർ ഇതൊരു ഉള്ളിൽ ഹോളോ ആണ്. അതെങ്ങനെ നിങ്ങൾക്ക് മനസ്സിലായത് ഹോളോ ആണെന്നുള്ള കാര്യം? കാരണം ഇത് നിർമ്മിച്ചിരിക്കുന്നത് അലുമിനിയം ഷീറ്റ് കൊണ്ടാണ്, അല്ലാണ്ട് ഒരു വുഡ് കൊണ്ടല്ല. അതായത് അലുമിനിയം ഷീറ്റിന് പ്രത്യേകത എന്താ? നിങ്ങളൊരു അലുമിനിയം ഷീറ്റ് ഫോൾഡ് ചെയ്ത് നോക്കി, ഉള്ളിൽ അലുമിനിയം ഷീറ്റ് ഫോൾഡ് ചെയ്തൊക്കെ ഉള്ളിൽ ഹോളോ ആയിരിക്കില്ലേ? അപ്പോൾ ഇത് അലുമിനിയം ഷീറ്റ് ഉണ്ടെന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഉള്ളിലൊക്കെ ഹോളോ ആയിരിക്കും. അപ്പോൾ ഇതിനുള്ളിൽ ഒബ്വിയസ്ലി വായു എന്ന് പറയും. ആ വായുവിൻ്റെ വോളിയം എങ്ങനെ കണ്ടുപിടിക്കുക? ഹൗ വി ക്യാൻ കാൽക്കുലേറ്റ് ദ ടോട്ടൽ വോളിയം ഓഫ് എയർ ഇൻസൈഡ് ദിസ് സിസ്റ്റം? വോളിയം ഓഫ് സിലിണ്ടർ പ്ലസ് വോളിയം ഓഫ് ദിസ് കോൺ പ്ലസ് വോളിയം ഓഫ് ദിസ് കോൺ ചെയ്താൽ മതി. ഇനി ആ ബ്രാക്കറ്റിൽ തന്നത് എന്താണ്? അപ്പോൾ ഇതൊക്കെ ചെയ്താൽ പോരാ സാർ, പിന്നെ എന്താണ് അവർ ബ്രാക്കറ്റിൽ തന്നത് എന്താണെന്ന് ഉദ്ദേശിച്ച് കഴിഞ്ഞാൽ അത് മനസ്സിലാക്കാൻ ഇത് നിങ്ങൾ ആലോചിക്കാം. ഇതൊരു സിലിണ്ടർ ആണെന്ന് വിചാരിക്കുക. ഇറ്റ് ഈസ് നോട്ട് സിലിണ്ടർ, ഇറ്റ് ഈസ് ആക്ച്വലി ഫ്രസ്റ്റം, പക്ഷേ ഇതൊരു സിലിണ്ടർ ആണെന്ന് വിചാരിക്കുക തൽക്കാലം. ഓക്കെ. ഈ സിലിണ്ടറിൻ്റെ ഉള്ളിൽ ഇതൊക്കെ എടുത്ത് കളഞ്ഞെന്ന് വിചാരിക്കുക. ഞാൻ എടുത്ത് കളയുന്നില്ല, എല്ലാം നിരന്ന് പോകും. പിന്നെ കുറേ സാധനങ്ങളുണ്ട്, കണ്ടില്ലേ? ഒരുപാട് സാധനങ്ങളുണ്ട് ഇതിൽ. അപ്പം ഈ സിലിണ്ടറിൻ്റെ ഉള്ളിൽ എത്ര വായു ഉണ്ടെന്ന് നോക്കണം. ഇത് മാറ്റിക്കഴിഞ്ഞാൽ ഇതിൽ മൊത്തം വായു ഫില്ല് ചെയ്യുമല്ലോ. എത്ര വായു ഉണ്ടെന്ന് നോക്കാം. അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ ചെയ്യുക? ഈ സിലിണ്ടറിൻ്റെ വോളിയം കണ്ടുപിടിച്ചാൽ മതി അല്ലേ? ഈ സിലിണ്ടറിൻ്റെ വോളിയം വിൽ ഗീവ് യു ദ എമൗണ്ട് ഓഫ് എയർ ഇൻസൈഡ് ഇറ്റ്. അപ്പോൾ വോളിയം കണ്ടുപിടിക്കുമ്പോൾ വിച്ച് ഈസ് എ ഫോർമുല വി ക്യാൻ യൂസ്? ഇതിൻ്റെ ഉള്ളിലുള്ള എയർ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ദ കോൺസെപ്റ്റ് ഈസ് റിലേറ്റഡ് ടു വോളിയം. അതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടെന്ന് വിചാരിക്കില്ല. ക്വസ്റ്റ്യനിൽ വോളിയം ആണോ ഒക്കെ ഉപയോഗിക്കേണ്ടതെന്നുള്ള കാര്യം, ഉള്ളിൽ എയർ ആണോ, ഉള്ളിൽ എത്ര വുഡ് ഉണ്ടെന്നൊക്കെ പറയുമ്പോഴൊക്കെ എന്താണ്? വോളിയമാണ്. അപ്പോൾ ഇതിനുള്ളിൽ നിറഞ്ഞിരിക്കുന്ന എയറിൻ്റെ അളവ് കാണുന്നത് ഇതിൻ്റെ വോളിയം കണ്ടുപിടിച്ചിട്ടാണ്. വോളിയത്തിൻ്റെ ഫോർമുല എന്താണ്? πr²h അല്ലേ? ഇത് സിലിണ്ടർ ആണെങ്കിൽ πr²h വോളിയം. അപ്പോൾ ഞാൻ എച്ച് കുഴപ്പമില്ല, ഹൈറ്റ് നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. ഇനി റേഡിയസ് നിങ്ങൾ ഉപയോഗിക്കുമ്പം നിങ്ങൾ ഇതിന് 2 തരത്തിലുള്ള റേഡിയസ് നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം. റേഡിയസ് എന്ന് വെച്ചാൽ സെൻറ്ററിൽ നിന്നും ഔട്ടർ പോർഷനിലോട്ടുള്ള റേഡിയസ് ആണ്. അപ്പോൾ സെൻറ്ററിൽ നിന്നും ഇവിടം വരെ ഈ അറ്റം വരെ ഇതിനൊരു തിക്നെസ് ഉണ്ടല്ലോ. അപ്പോൾ ഒബ്വിയസ്ലി എന്തുണ്ടാവും? ഒരു ഇന്നർ റേഡിയസ് ഉണ്ടാവും, പിന്നെ ഒരു ഔട്ടർ റേഡിയസ് ഉണ്ടാവും. ഇന്നർ റേഡിയസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇത് സെൻറ്റർ ആണെന്ന് വിചാരിക്കുക. ഓക്കെ, ഇത് സെൻറ്റർ, ഈ സ്കെച്ചാണ് സെൻറ്റർ. ഇന്നർ റേഡിയസ് എന്ന് വെച്ചാൽ എന്താണ് അർത്ഥമാക്കുന്നത്? ഈ സ്കെച്ച് പേന ഈ സെൻറ്റർ മുതൽ ഈ ഉള്ളിലുള്ള ഈ എൻഡ് വരെ, ഉള്ളിലുള്ള ഇതില്ലേ, ഇവിടം വരെ ഇത് ഈ സ്കെച്ച് പേനൻ്റെ പോയിൻ്റ് തട്ടിരിക്കുന്ന അവിടം വരെ ഉള്ളതാണല്ലോ ഇന്നർ റേഡിയസ്. ഇന്നർ പോർഷനുള്ള റേഡിയസ് ആണ് ഇന്നർ റേഡിയസ്. ഇനി ഔട്ടർ റേഡിയസ് എന്ന് പറഞ്ഞാൽ എഗെയിൻ ആ സെൻറ്ററിൽ മുതൽ ഔട്ടറായിട്ടുള്ള സർക്കിളിൻ്റെ ഈ എഡ്ജ് വരെ, ഔട്ടറായിട്ടുള്ള സർക്കിളിൻ്റെ എഡ്ജ് വരെ ഉള്ളതാണ് എന്താ? ഔട്ടർ റേഡിയസ്. ഇപ്പോൾ ഇന്നർ റേഡിയസ് എന്ന് വെച്ചാൽ സെൻറ്റർ മുതൽ ഇന്നർ ആയിട്ടുള്ള സർക്കിളിൻ്റെ എഡ്ജ് വരെ, ഔട്ടർ റേഡിയസ് എന്ന് വെച്ചാൽ സെൻറ്റർ മുതൽ ഔട്ടർ ആയിട്ടുള്ള സർക്കിളിൻ്റെ എഡ്ജ് വരെ. അപ്പോൾ ഇന്നർ റേഡിയസും ഔട്ടർ റേഡിയസും എന്തുകൊണ്ടാണ് ഇതിൽ എക്സിസ്റ്റ് ചെയ്യുന്നത്? തിക്നെസ് ഉള്ളതുകൊണ്ട്. അപ്പോൾ പക്ഷേ വോളിയം ഓഫ് എയർ ഇൻസൈഡ് ഇറ്റ് കാണുമ്പം നമ്മൾ ഇന്നർ റേഡിയസ് ആണോ ഔട്ടർ റേഡിയസ് ആണോ ഉപയോഗിക്കേണ്ടത്? ഇന്നർ റേഡിയസ്. കാരണം എന്താ? ഉള്ളിലാണ് എയർ ഉള്ളത്, അല്ലാണ്ട് പുറത്തല്ല. ഉള്ളിലുള്ള എയറിൻ്റെ അളവ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഉള്ളിലുള്ള റേഡിയസ് ആണ് ഉപയോഗിക്കേണ്ട കാര്യമുള്ളൂ. ഔട്ടർ റേഡിയസ് ഉപയോഗിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. അപ്പം നിങ്ങൾ അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഇതിൽ വരുമില്ലേ? ഇതിന് സപ്പോസ് തിക്നെസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഏത് റേഡിയസാണ് ഉപയോഗിക്കാമെന്ന്? കാരണം ഇവിടെ ആകെ ഒരു റേഡിയസ് തന്നിട്ടുള്ളൂ.
തിക്നെസ്സിൻ്റെ കാര്യമൊന്നും പറഞ്ഞിട്ടില്ല ഇല്ലേ? അപ്പം നമുക്കിതിൻ്റെ ഉള്ളിലുള്ള വായുവിൻ്റെ അളവ് കണ്ടുപിടിക്കണമെങ്കിൽ ഉള്ളിലുള്ള റേഡിയസ് ഉപയോഗിക്കണം. അപ്പം ഈ R എന്ന് പറയുന്നത് ഉള്ളിലുള്ള റേഡിയസ് ആണോ ഔട്ടർ റേഡിയസ് ആണോ എന്നുള്ള കൺഫ്യൂഷൻ നിങ്ങൾക്ക് വരില്ലേ? ആ കൺഫ്യൂഷൻ ഒഴിവാക്കാൻ ഒന്നും കൂടെ പറയുന്നു, ഇതിൻ്റെ ഉള്ളിലുള്ള വായുവിൻ്റെ അളവ് കാണണമെങ്കിൽ ഒബ്വിയസ്ലി ഇതിൻ്റെ ഉള്ളിലുള്ള റേഡിയസ് ആണ് നിങ്ങൾ ഉപയോഗിക്കേണ്ടത്. പക്ഷേ ഇതിൻ്റെ റേഡിയസ് തന്നിരിക്കുന്നത് ഉള്ളിലുള്ളതാണോ പുറത്തുള്ളതാണോ നിങ്ങൾക്ക് അറിയത്തില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇതിൻ്റെ ബ്രാക്കറ്റിൽ ഇത് തന്നിരിക്കുന്നത്. അസ്യൂം ദ ഔട്ടർ ആൻഡ് ഇന്നർ ഡയമെൻഷൻസ് ഓഫ് ദ മോഡൽ ടു ബി നിയറസ്റ്റ് സെയിം. അതായത് തിക്നെസ് വളരെ നെഗ്ലിജിബിൾ ആണ്. ഇന്നർ റേഡിയസും ഔട്ടർ റേഡിയസും ഓൾമോസ്റ്റ് സെയിം ആണ്. ഇന്നർ റേഡിയസും ഔട്ടർ റേഡിയസും എപ്പോഴും സെയിം ആവുക തിക്നെസ് ഇല്ലാത്തപ്പം. അപ്പോൾ ഇതിന് തിക്നെസ് ഇല്ല, അതായത് ഈ റേഡിയസ് തന്നെയാണ് ഇതിൻ്റെ ഇന്നർ, ഈ റേഡിയസ് തന്നെ നിങ്ങൾക്ക് ഔട്ടർ റേഡിയസും കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ഇതിനെ നിങ്ങൾ ഇന്നർ റേഡിയസ് ആയിട്ട് ട്രീറ്റ് ചെയ്തോളൂ, നോ പ്രോബ്ലം, ബിക്കോസ് തിക്നെസ് ഇസ് നെഗ്ലിജിബിൾ. യു മേ അണ്ടർസ്റ്റുഡ്, നോ? ഓക്കെ. ആൻഡ് ഹൗ സോ റിക്വയർഡ് വോളിയം is equal to, how I can calculate the required volume? Tell me. Volume of cylinder. ഇതെങ്ങനെ എഴുതുന്നതെന്ന് അറിയാം ഞാൻ. വോളിയം ബി ക്യാപിറ്റലും സിലിണ്ടർ സഫിക്സ് ആയിട്ട് എഴുതുന്നത്. അപ്പോൾ വോളിയം ഓഫ് സിലിണ്ടർ എന്ന് വായിക്കാം. അങ്ങനെ നിങ്ങൾ എഴുതണ്ട, അങ്ങനെ എഴുതണ്ട എന്ന് ഞാൻ പറയുള്ളൂ. പിന്നെ വോളിയം ഓഫ് ദിസ് കോൺ പ്ലസ് വോളിയം ഓഫ് ദിസ് കോൺ, രണ്ടിൻ്റെ വോളിയം ചെയ്താലും സെയിം അല്ല കിട്ടുക. അപ്പം രണ്ടും സെപ്പറേറ്റ് ആഡ് ചെയ്യുന്നതിന് പകരം 2 into വോളിയം ഓഫ് 1 കോൺ ചെയ്താൽ പോരെ? യെസ്, 2 into വോളിയം ഓഫ് 1 കോൺ. ഓക്കെ. വോളിയം ഓഫ് സിലിണ്ടർ വിച്ച് ഇസ് ദ ഫോർമുല? ടെൽ മീ വെരി ഫാസ്റ്റ്. പൈ R square H എന്ന് പറയുമ്പോൾ ഇവിടെ ഞാൻ എന്ത് അടയാളപ്പെടുത്തണം? H2. കാരണം എന്താ, ഞാൻ സിലിണ്ടറിൻ്റെ വോളിയാണ് എഴുതുന്നത്. സിലിണ്ടറിൻ്റെ ഹൈറ്റിന് ഞാൻ H2 എന്നാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. സോ പൈ R² H2. പക്ഷേ R എന്താണ്? R സിലിണ്ടർ ആണെങ്കിലും കോൺ ആണെങ്കിലും സെയിം ആയതുകൊണ്ട് മൊത്തം R ആയിട്ട് തന്നെ നിങ്ങൾ ഡിനോട്ട് ചെയ്ത്. കാരണം ഇതിൻ്റെ റേഡിയസും കോണിൻ്റെ റേഡിയസും സിലിണ്ടറിൻ്റെ റേഡിയസും ഒക്കെ സെയിം ആണല്ലോ. ഓക്കെ. ഇനി അടുത്തത് 2 into വോളിയം ഓഫ് കോൺ എന്ന് പറയുമ്പോൾ 2 into വാട്ട് ഈസ് വോളിയം ഓഫ് കോൺ ഫോർമുല? 1/3 പൈ R² H. പൈ R² H എന്താണ്? കോണിൻ്റെ ഹൈറ്റാണ് വരിക. അതിനെന്ത് നമ്മൾ ഡിനോട്ട് ചെയ്തിരിക്കുന്നത്? H1. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. വളരെ ഈ H2 എന്ന് എഴുതുമ്പോൾ ചെറുതാക്കി 2 എന്ന് എഴുതണം, സഫിക്സ് ആണത്. അല്ലാണ്ട് നിങ്ങൾ H2 എന്നൊക്കെ എഴുതി കഴിഞ്ഞിട്ട് അവസാനം ഇതെന്താണെന്ന് അയാൾക്കും മനസ്സിലാവില്ല, നിങ്ങൾക്കും മനസ്സിലാവാത്ത അവസ്ഥയിലോട്ട് എത്തരുത്. H2 ഞാൻ നിങ്ങളുടെ നോട്ട് നോക്കും, സഫിക്സ് ആണ്. ഓക്കെ, വളരെ ചെറുതാക്കി എഴുതിയാൽ മതി. യു മേ അണ്ടർസ്റ്റുഡ്. വോളിയം ഓഫ് സിലിണ്ടർ പൈ R² H, വോളിയം ഓഫ് കോൺ 1/3 പൈ R² H. പക്ഷേ ഹൈറ്റ് ഡിഫറൻറ്റ് ആയതുകൊണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു. ഇനി R രണ്ടിലും കോമൺ ആണ്, പൈ രണ്ടിലും ഉണ്ട്. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ എന്തൊക്കെ ഔട്ട്സൈഡ് എടുക്കാം? ഇതാണ് ഫസ്റ്റ് ടൈം, ഇതാണ് സെക്കൻഡ് ടൈം. ഒബ്വിയസ്ലി യു ക്യാൻ ടേക്ക് പൈ R² ഔട്ട്സൈഡ്. ഇത് ഔട്ട്സൈഡ് എടുക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് റിലാക്സേഷൻ കിട്ടും. ബാക്കി എന്തുണ്ട്? ഇതിൽ H2 ഉണ്ട് ഫസ്റ്റ് ടൈമിൽ. രണ്ടാമത്തെ ടൈമിൽ എന്തുണ്ട്? 2 ഉണ്ട് ന്യൂമറേറ്ററിൽ, ഡിനോമിനേറ്ററിൽ 3 ഉണ്ട്. അപ്പോൾ 2/3 എന്ന് എഴുതാം നമുക്ക്. പിന്നെ പൈ R² പുറത്താണ്, ബാക്കി എന്തുണ്ട്? ഒരു H1 ഉണ്ട് അല്ലേ? എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. പൈ യു ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ആസ് 22/7. കാരണം 3.14 എന്ന് പറയാത്തിടത്തോളം കാലം 22/7 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ആൻഡ് R എന്താണ്? 3/2 നോ? സോ R² ഇസ് നത്തിങ് ബട്ട് 3/2 into 3/2 എന്ന് ഞാനങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോട്ടെ. കുഴപ്പമില്ല അല്ലേ? വലിയ പ്രയോജനമൊന്നുമില്ല. നമുക്ക് നോക്കാം ഇനി ബ്രാക്കറ്റിൽ. ഓക്കെ, കാരണം R 3/2 ആണ്. R² 3/2 into 3/2 എന്ന് എഴുതി. പിന്നെ H2 എന്താണ്? H2 എന്ന് പറഞ്ഞാൽ ഹൈറ്റ് ഓഫ് ദ സിലിണ്ടർ ആണ്. ദാറ്റ് ഈസ് നത്തിങ് ബട്ട് 8 പ്ലസ് 2/3 into H1 എന്താണ്? H1 എന്ന് വെച്ചാൽ ഹൈറ്റ് ഓഫ് ദ കോൺ 2. ഓക്കെ, നിങ്ങൾ എൻ്റെ സബ്സ്റ്റിറ്റ്യൂഷനൊക്കെ ശരിയാണോ നിങ്ങൾ നോക്കണം കേട്ടോ, കൺഫ്യൂഷൻ വരരുത്. H1 ഒക്കെ പെറുക്കി എടുക്കുമ്പോൾ H2 എന്താണ്, H1 എന്താണെന്നൊക്കെ കറക്റ്റ് ആലോചിച്ച് ഇവിടെ എഴുതിയത് നോക്കിയൊക്കെ ചെയ്യണം. തെറ്റ് വരും മക്കളെ. ഒരുപാട് പേപ്പർ ചെക്ക് ചെയ്ത് കരഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഓരോ തെറ്റുകൾ കണ്ടിട്ട് ഇത്രയും പറഞ്ഞു കൊടുത്തിട്ടും തെറ്റുകൾ വരുത്തരുത് നിങ്ങൾ. ഓക്കെ, ശ്രദ്ധ വേണം. പിന്നെ 8 പ്ലസ് ഇവിടെ നമുക്ക് എന്ത് വരും? 2 into 2 4 ആണ്. 4/3 എന്ന് വന്നു. ഓക്കെ, ബാക്കി എന്തുണ്ടെന്ന് നോക്കാം നമുക്ക്. 22/7 into ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ആൻസറായി. 3/2 into 3/2 into ഇവിടെ നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ 8 into 3 24, 24 + 4 28/3 എന്നിട്ട് ഇനി നമുക്ക് ക്യാൻസലേഷൻ നോക്കാം അല്ലേ? 7ഉം 28ഉം ക്യാൻസൽ ചെയ്തല്ലേ? 4. ഓക്കെ, ഇനി 3ഉം ക്യാൻസൽ ചെയ്യില്ലേ? യെസ്. അപ്പോൾ കണ്ടില്ല, അഡ്വാൻറ്റേജ് കണ്ടില്ല. എങ്കിൽ ക്യാൻസലേഷൻ 2ഉം 4ഉം ക്യാൻസൽ ചെയ്ത് 2 വന്നു. പിന്നെ ഈ 2ഉം ക്യാൻസൽ ചെയ്ത് എത്ര ക്യാൻസലേഷൻ നടന്നു? 22 into 3 എന്താ? 66 cm³ ഈസ് ദ റിക്വയർഡ് വോളിയം. ഓക്കെ, അപ്പോൾ ഞാൻ 3/2 1.5 ആയിട്ട് എടുക്കാത്തതിൻ്റെ ഒക്കെ കാരണം നിങ്ങൾക്ക് മനസ്സിലായില്ല. അവസാനം ഈ ക്യാൻസലേഷൻ വന്നെങ്കിലോ എന്ന് എനിക്ക് സത്യമായിട്ട് മുൻകൂർ അറിയില്ലായിരുന്നു. ക്യാൻസലേഷൻ വന്നെങ്കിലോ എന്ന് വിചാരിച്ചു ചെയ്തു, പക്ഷേ ക്യാൻസലേഷൻ വന്നു. ഈ ഇങ്ങനത്തെ അഡ്വാൻറ്റേജ് ഒക്കെ നിങ്ങൾ ഉപയോഗിക്കണം. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഫാസ്റ്റ് അടിക്കരുതെന്ന്. ചിലപ്പോൾ നിങ്ങൾ ഇതിനേക്കാൾ എളുപ്പത്തിൽ ചെയ്യാം, അങ്ങനത്തെ കുട്ടികളുണ്ട്. ചിലപ്പോൾ ഇതിനേക്കാൾ കുറച്ച് ലെങ്ത് ആവാം. ഇതിനേക്കാൾ എളുപ്പത്തിനാണെങ്കിൽ ഞാൻ സമ്മതിക്കുന്നു, ഒരു പ്രശ്നമില്ല, നിങ്ങൾ അത് കണ്ടിന്യൂ ചെയ്യാം. പക്ഷേ ഇതിനേക്കാൾ കുറച്ചും കൂടെ ബുദ്ധിമുട്ടാണെങ്കിൽ ഇത് സ്കിപ്പ് അടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇത്രയും ഈസി ആയിട്ട് മനസ്സിലാവില്ല. അതുകൊണ്ടാണ് സ്കിപ്പ് അടിക്കരുതെന്ന് പറയുന്നത്. യു മേ അണ്ടർസ്റ്റുഡ് നോ? 66 cm³ ഇസ് ദ റിക്വയർഡ് വോളിയം. അതായത് റേച്ചൽ ഉണ്ടാക്കിയ മോഡലിൻ്റെ ഉള്ളിൽ ഇത്രയും വായു ഉണ്ട്. ഓക്കെ, റേച്ചലിനോട് നിങ്ങൾ പറഞ്ഞേക്കട്ടോ. ബേസിൽ പറഞ്ഞുള്ളത് ബേസിൽ. സോ
third question. By discussing this question, we will wind up this video session. But in order to discuss this question itself, we have to spend much time because this is one of the most important question. And ഇത് എളുപ്പമുള്ള ക്വസ്റ്റ്യനാണ്, വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യനാണ്. പക്ഷേ നിങ്ങളത് എങ്ങനെ മനസ്സിലാക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും. ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കാം, ശ്രമിക്കാം. ഈ ഗുലാബ് ജാം, എന്താണ് ഗുലാബ് ജാം എന്ന് പറഞ്ഞാൽ? ഗുലാബ് ജാം ഇവിടെ ഒരുപാട് എന്താണ് പറയുക അവൈലബിൾ ആണ്. പക്ഷേ ഇവിടെ നമ്മൾ അത്രയും കാര്യമാക്കാത്തൊരു സാധനമാണ് ഗുലാബ് ജാം. പക്ഷേ നോർത്ത് ഇന്ത്യയിലോട്ടൊക്കെ വളരെയധികം എല്ലാ ഫങ്ഷൻസിനും ഉണ്ടാകുന്നൊരു സാധനമാണ് ഈ ഗുലാബ് ജാം. ഓക്കെ, ഈ ഗുലാബ് ജാമിൻ്റെ പ്രത്യേകത എന്താണ്? ഗുലാബ് ജാമിൻ്റെ ഉള്ളിൽ അത് എന്തൊക്കെയോ സാധനങ്ങളുണ്ട്. ഇൻ ദ സെൻസ് അതിനുള്ളിൽ കുറച്ച് സാധനമുണ്ട്. അതിൻ്റെ കൂടെ ഈ ഷുഗറിൻ്റെ സിറപ്പ്, അതായത് നല്ല മധുരമുള്ള ഒരു ലായനിയും കൂടി ഉണ്ടാവും, അതും ഉണ്ടാവും അല്ലേ. അപ്പോൾ ഇതിൽ പറഞ്ഞേക്കുന്നത് എന്താണ്? ഒരു ഗുലാബ് ജാമിൻ്റെ പ്രത്യേകത, ഒരു സിംഗിൾ പീസ് ഓഫ് ഗുലാബ് ജാമിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കണ്ടെയ്ൻസ് ഷുഗർ സിറപ്പ് അപ് ടു എബൌട്ട് 30% ഓഫ് ഇറ്റ്സ് വോളിയം. എന്ന് പറഞ്ഞാൽ ഒരു ഗുലാബ് ജാമിൻ്റെ മൊത്തം വോളിയത്തിൻ്റെ 30%. ഉദാഹരണത്തിന് അപ്പോൾ എങ്ങനെ നിങ്ങൾ മനസ്സിലാക്കി ഇതൊരു ഗുലാബ് ജാമാണെന്ന് വിചാരിക്കുക. ഇതിൻ്റെ മൊത്തം വോളിയം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ മൊത്തമുള്ള സാധനം അല്ലേ. മൊത്തം വോളിയം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ മൊത്തമുള്ള സ്പേസ്, അതിനുള്ളതിൻ്റെ മൊത്തം വോളിയം എന്ന് പറഞ്ഞാൽ ഈ സ്പേസിൻ്റെ 30% എന്ന് വെച്ചാൽ 50% എന്ന് വെച്ചാൽ കറക്റ്റ് പകുതിയാണ്. 30% എന്ന് വെച്ചാൽ കുറച്ച് ഇവിടം വരെ, അതായത് കുറച്ചും കൂടെ പകുതിക്ക് കുറച്ചും കൂടെ താഴെ. അതായത് ഇത്രയും ഈ ഗുലാബ് ജാമിന് ഇത്രയും ഷുഗറിൻ്റെ സിറപ്പായിരിക്കും, മധുരമുള്ള നല്ല ലായനിയായിരിക്കും. ബാക്കിയുള്ളതായിരിക്കും ചിലപ്പോൾ മൈദയോ റവയോ എന്താണെന്ന് വെച്ചാൽ അതൊക്കെ ബാക്കിയുള്ള ഇതിൽ. ഈ മൊത്തമുള്ള വോളിയം എന്ന് വെച്ചാൽ ഉള്ളിലുള്ള മൊത്തമുള്ള സ്പേസ് അതിൻ്റെ 30% എന്ന് വെച്ചാൽ പകുതി എന്ന് വെച്ചാൽ 50%, അതിൻ്റെ കുറച്ച് താഴെ 30%, അത്രയും ഷുഗർ സിറപ്പായിരിക്കും. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഫൈൻഡ് അപ്രോക്സിമേറ്റ്ലി ഹൗ മച്ച് സിറപ്പ് വുഡ് ബി ഫൗണ്ട് ഇൻ 45 ഗുലാബ് ജാംസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ 45 ഗുലാബ് ജാംസ് നിങ്ങൾക്ക് തരാൻ പോവുകയാണ്. ഇതിൽ ഈ 45 ഗുലാബ് ജാംസിനും കൂടെയുള്ള മൊത്തം ഷുഗറിൻ്റെ സിറപ്പ് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? എല്ലാ ഗുലാബ് ജാമും ഒരേ സൈസാണ്. അപ്പോൾ എന്ത് ചെയ്യണം? ഒരു ഗുലാബ് ജാമിൽ എത്ര ഷുഗർ സിറപ്പ് ഉണ്ടെന്ന് നോക്കുക, ഇൻറ്റു 45 ചെയ്താൽ പോരെ. ഫൈൻഡ് അപ്രോക്സിമേറ്റ്ലി ഹൗ മച്ച് സിറപ്പ് വുഡ് ബി ഫൗണ്ട് ഇൻ 45 ഗുലാബ് ജാംസ് എന്ന് വെച്ചാൽ ഇതുപോലത്തെ 45 ഗുലാബ് ജാമിൽ എത്ര ഷുഗർ സിറപ്പ് ഉണ്ടെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ഒരു ഗുലാബ് ജാമിൽ ഇത്ര ഷുഗർ സിറപ്പ് ഉണ്ട്. അപ്പോൾ 45 ഗുലാബ് ജാമിൽ എങ്ങനെ കണ്ടുപിടിക്കുക? ഈ ഗുലാബ് ജാമിൽ എത്ര ഷുഗർ സിറപ്പ് ഉണ്ടെന്ന് നോക്കുക, അതേ ഇൻറ്റു 45 ചെയ്താൽ മതി. ഇനി ഷുഗർ എന്താണ് ഈ ഗുലാബ് ജാമിൻ്റെ പ്രത്യേകത എന്താ? ഈച്ച് ഗുലാബ് ജാം ഷേപ്ഡ് ലൈക്ക് എ സിലിണ്ടർ വിത്ത് 2 ഹെമിസ്ഫെറിക്കൽ എൻഡ്സ് വിത്ത് ലെങ്ത് 5 cm ആൻഡ് ഡയമീറ്റർ 2.8 cm. അപ്പോൾ ഒന്നും കൂടെ ഞാൻ ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നത് നിങ്ങൾക്ക് ഒറ്റ പ്രാവശ്യം പറയാം. ഓക്കെ, ഒരുപാട് പ്രാവശ്യം എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയില്ല ഇൻ ദ സെൻസ് നിങ്ങൾക്കറിയാം 42 ആയി ഓൾറെഡി, ഞാൻ മടുത്തു. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കാം. ഓക്കെ, ഗുലാബ് ജാമാണ് നമ്മൾ ചെയ്യുന്നത്. വളരെ എനിക്ക് കഴിയുന്ന പോലെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഗുലാബ് ജാമിൻ്റെ സ്പെല്ലിംഗ് ഒക്കെ റെഡിയാണോ? അയ്യോ ജാം, നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തോളാം. ഈ ഗുലാബ് ജാം എന്ന് പറഞ്ഞാൽ എത്ര ഗുലാബ് ജാം ഉണ്ട്? 45 ഗുലാബ് ജാം ഉണ്ട്. ഓരോ ഗുലാബ് ജാമിൻ്റെയും ഷേപ്പ് എങ്ങനെയാണ്? അതിങ്ങനെ എന്താണ്? ഷേപ്ഡ് ലൈക്ക് എ സിലിണ്ടർ. ഞാൻ ചെറുതാക്കി ആദ്യം വരയ്ക്കാം കേട്ടോ. സിലിണ്ടറിൻ്റെ ഷേപ്പാണ്. പിന്നെ എന്താണ്? സിലിണ്ടർ മാത്രമുള്ളോ? വിത്ത് 2 ഹെമിസ്ഫെറിക്കൽ എൻഡ്സ്, അതായത് ഇവിടെ ഒരു ഹെമിസ്ഫിയർ, ഇവിടെ ഒരു, അതാണ് 2 ഹെമിസ്ഫെറിക്കൽ എൻഡ്സ്. ഇങ്ങനെയാണ് ഒരു ഗുലാബ് ജാം ഉള്ളത്. അതായത് പുറത്തുനിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ തോന്നും, പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ ശരിക്കും അതിന് വിശകലനം ചെയ്താൽ നമ്മൾ മാത്രം മാച്ച് പിടിച്ചു വരുന്ന ഇതിനെ വിശകലനം ചെയ്താൽ ഇവിടെ ഒരു സിലിണ്ടറും ഇവിടെ ഒരു ഹെമിസ്ഫിയർ, ഇവിടെ ഒരു ഹെമിസ്ഫിയറും. ഇതാണ് ഒരു ഗുലാബ് ജാം. അങ്ങനത്തെ എത്ര ഗുലാബ് ജാം ഉണ്ട്? 45 എണ്ണം ഉണ്ട്. ഇതിപ്പോൾ 3 എണ്ണം വരയ്ക്കുന്നുള്ളൂ. ഈ ഡോട്ടൊക്കെ ഗുലാബ് ജാമാണ്. അങ്ങനെ 45 ഗുലാബ് ജാംസ് ഉണ്ട്. 45 ഗുലാബ് ജാംസ് ഉണ്ട്. ഈ 45 ഗുലാബ് ജാമിലും ഉള്ള ഷുഗർ സിറപ്പിൻ്റെ അളവാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്. അപ്പോൾ എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം? ഒരു ഷുഗർ സിറപ്പിൽ എത്ര ഒരു ഗുലാബ് ജാമിൽ എത്ര ഷുഗർ സിറപ്പ് ഉണ്ട്? എൻ്റെ ക്വസ്റ്റ്യൻ ഇതാണ്, ഈ 45 ഗുലാബ് ജാമിലുള്ള ഷുഗർ സിറപ്പ്. അപ്പോൾ എന്ത് ചെയ്യുക? ഒരു ഷുഗർ സിറപ്പിൽ എത്ര ഗുലാബ് ജാം ഉണ്ടെന്ന് നോക്കുക, അതിനെ 45 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. കാരണം അപ്പോൾ മൊത്തം കിട്ടും. എല്ലാത്തിനെയും സെപ്പറേറ്റ് കണ്ടുപിടിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. അപ്പോൾ ഒരു ഗുലാബ് ജാമിൻ്റെ പ്രത്യേകത എന്താണ്? അതിൻ്റെ 50% 30% എന്താണ്? ഷുഗർ സിറപ്പുണ്ട്. അപ്പം ഈ ഗുലാബ് ജാമിൽ 30% ഷുഗർ സിറപ്പുണ്ട്. 30% ഷുഗർ സിറപ്പ് എന്നാണ് പറഞ്ഞിട്ടുള്ളൂ. ആ ശതമാനം എത്ര എമൗണ്ട് എന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഒരു എണ്ണത്തിലുള്ള ഷുഗർ സിറപ്പിൻ്റെ അളവ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. ഒരു ഹിൻഡ് പറഞ്ഞിട്ടുണ്ട്, 30%-ഓളമാണ് ഒന്നിലുള്ള ഷുഗർ സിറപ്പിൻ്റെ അളവ്. ശതമാനമാണ്, അല്ലെങ്കിൽ ശതമാനം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയില്ലല്ലോ, പേഴ്സൻറ്റേജ്. 30% ആണ് ഇതിൻ്റെ എന്ന് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഒരു എണ്ണത്തിൽ എത്ര ഷുഗർ സിറപ്പുണ്ട്? 30% ഓഫ് ദ ടോട്ടൽ വോളിയം എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പം ഒന്നിലുള്ളത് അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക. എന്നിട്ട് അതിനെന്ത് ചെയ്യുന്ന 45 കൊണ്ട്
മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, ഇനി ഈ അതൊക്കെ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ഇതിൻ്റെ പ്രോപ്പർ ഷേപ്പ് നല്ല വൃത്തിയായിട്ട് വരയ്ക്കണം. ഒരു ഗുലാബ് ജാമാണ് ഞാനിവിടെ വരയ്ക്കുന്നത്. ഓക്കെ, ഇതാണ് ഒരു സിലിണ്ടറിൻ്റെ അറ്റത്ത് 2 ഹെമിസ്ഫിയർ കമ്മിത്തി വെച്ചാൽ എങ്ങനെയായിരിക്കും, അതാണ് ടോട്ടൽ ആയിട്ടുള്ള ഒരു ഗുലാബ് ജാമിൻ്റെ ഷേപ്പ്. ഇതുപോലെ ആയിരിക്കും. ഓക്കെ, ഇനി ഈ ഗുലാബ് ജാമിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണ്? ഇതിൻ്റെ എന്താണ്, ഈ ഷേപ്പ് ലൈക്ക് എ സിലിണ്ടർ വിത്ത് 2 ഹെമിസ്ഫിയറിക്കൽ എൻഡ്സ് വിത്ത് ലെങ്ത് 5 സെൻറ്റിമീറ്റർ. ഓക്കെ, ഒരു ഗുലാബ് ജാമിൻ്റെ തന്നെ ടോട്ടൽ ലെങ്ത് ഈസ് ഗിവൺ ആസ് വാട്ട് 5 സെൻറ്റിമീറ്റർ. ടോട്ടൽ ലെങ്ത് ആണ്. വിത്ത് ലെങ്ത് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ലെങ്ത് ആണ് ഉദ്ദേശിക്കുന്നത്, ആ ഗുലാബ് ജാമിൻ്റെ ടോട്ടൽ ലെങ്ത്. ഓക്കെ, അതിന് ഞാൻ ക്യാപിറ്റൽ ലെറ്റർ H കൊണ്ട് ഡിനോട്ട് ചെയ്യാം അല്ലേ, കാരണം ടോട്ടൽ ലെങ്ത് എന്ന് പറഞ്ഞാൽ ഹൈറ്റ് ആണല്ലോ. ആ ഹൈറ്റാണ് തന്നേക്കുന്നത് വിത്ത് ലെങ്ത് 5 സെൻറ്റിമീറ്റർ. യു മേ അണ്ടർസ്റ്റുഡ്. ആൻഡ് ദ ഡയമീറ്റർ ഈസ് ഗിവൺ ആസ് 2.8 സെൻറ്റിമീറ്റർ. അപ്പോൾ എന്താ അതിൻ്റെ അർത്ഥം? എല്ലാത്തിൻ്റെ ഡയമീറ്ററും കോമൺ ആണ്. ഇനി അതല്ലെങ്കിൽ ഹെമിസ്ഫിയറിൻ്റെ ഡയമീറ്ററും സിലിണ്ടറിൻ്റെ ഡയമീറ്ററും സെപ്പറേറ്റ് തന്നേനെ. അപ്പോൾ ഇതിൻ്റെ ഡയമീറ്റർ കോമൺ ആയതുകൊണ്ടാണ് അത് സെയിം ഒറ്റ പ്രാവശ്യം പറഞ്ഞിട്ടുള്ള ഡയമീറ്റർ, കോമൺ ഡയമീറ്റർ ആയതുകൊണ്ടാണ്. അപ്പോൾ ഇതിൻ്റെ ഡയമീറ്ററും 2.8 ആണ്, ഇതിൻ്റെ ഡയമീറ്ററും 2.8 ആണ്. അതായത് സിലിണ്ടറിൻ്റെ ഡയമീറ്ററും ഹെമിസ്ഫിയറിൻ്റെ ഡയമീറ്ററും ഈക്വൽ ആണ്. അപ്പോൾ ഡയമീറ്റർ 2.8 ആണെങ്കിൽ റേഡിയസ് എത്രയായിരിക്കും? 1.4. എനി പ്രോബ്ലം? നോ. അപ്പം ഇത് ഹെമിസ്ഫിയറിൻ്റെ റേഡിയസ് ആണ്. അല്ലെങ്കിൽ ഇത് തന്നെയാണ് സിലിണ്ടറിൻ്റെ റേഡിയസും 1.4 സെൻറ്റിമീറ്റർ. നോ. എനി പ്രോബ്ലം? നോ. അപ്പം ഇത് റേഡിയസ് ആണെങ്കിൽ ഇത് എത്രയായിരിക്കും വരിക? സി, സെൻറ്റർ ടു ഔട്ടർ പോർഷൻ റേഡിയസ്, അഗെയിൻ സെൻറ്റർ ടു ഔട്ടർ പോർഷൻ റേഡിയസ്. സോ ദിസ് ഓൾസോ വിൽ ബി വാട്ട് 1.4. No, if radius is 1.4, this is also 1.4, and similarly here it is 1.4, radius 1.4 തന്നെയാണ്, എല്ലായിടത്തും സെയിം ആയിരിക്കും. അപ്പോൾ ഇതും എന്തായിരിക്കും? 1.4 ആയിരിക്കും. അപ്പോൾ ടോട്ടൽ ഹൈറ്റാണ് തന്നേക്കുന്നത്. അതിൽ നിന്നും ഈ സിലിണ്ടറിൻ്റെ ഹൈറ്റ് നിങ്ങൾക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുമോ? അതിന് ഞാൻ സ്മോൾ ലെറ്റർ എച്ച് എന്ന് വിളിക്കുന്നു. ഇവിടെ ഞാൻ ഇതിനെ H1 H2 എന്ന് ഡിനോട്ട് ചെയ്യേണ്ട കാര്യമുണ്ടോ? കാരണം ഇത് ഹൈറ്റ് അല്ല, റേഡിയസ് ആണ്. അപ്പോൾ ഒന്നും ഡിനോട്ട് ചെയ്യേണ്ട. സ്മോൾ ലെറ്റർ എച്ച് നിങ്ങൾ സിലിണ്ടറിൻ്റെ ഇവിടെ ക്യാപിറ്റൽ ലെറ്റർ എച്ച് കൊടുത്തതുകൊണ്ട് സ്മോൾ ലെറ്റർ എച്ച് സിലിണ്ടറിൻ്റെ ഹൈറ്റ് ആയിട്ട് എടുക്കുക. സിലിണ്ടറിൻ്റെ ഹൈറ്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? ടോട്ടൽ ആയിട്ടുള്ള ഹൈറ്റിൽ നിന്നും ഈ ഹൈറ്റും കുറയ്ക്കുക. ഇത് ഹൈറ്റ് അല്ല, റേഡിയസ് ആണ്, പക്ഷേ പറയുമ്പോൾ ഹൈറ്റ് എന്ന് പറയാം നമുക്കല്ലേ. ടോട്ടൽ ഹൈറ്റിൽ നിന്ന് ഇതും സബ്ട്രാക്ട് ചെയ്താൽ ഇത്രയും കിട്ടും. ടോട്ടലിൽ നിന്ന് ഇതും കളഞ്ഞ് കഴിഞ്ഞാൽ ഇത്രയും കിട്ടും. ടോട്ടൽ എത്രയാണ്? 5. അതിൽ നിന്ന് 1.4 കളയണം, 1.4 കളയണം. അപ്പോൾ 1.4 സെപ്പറേറ്റ് കളയുന്നതിന് പകരം 1.4 കൂടെ ആഡ് ചെയ്താൽ 2.8. 5ൽ നിന്ന് 2.8 അങ്ങ് സബ്ട്രാക്ട് ചെയ്താൽ പോരാ. എന്ന് വെച്ചാൽ എങ്ങനെയാണ് സബ്ട്രാക്ട് ചെയ്യുക? സി, 5ൽ നിന്ന് 2.8 സബ്ട്രാക്ട് ചെയ്യണം. 5നെ 5.0 എന്ന് എഴുതുക, എന്നിട്ട് 2.8 സബ്ട്രാക്ട് ചെയ്യുക. സോ 2.8. അപ്പം ഇതാണ് ഹൈറ്റ് ഓഫ് ദ സിലിണ്ടർ എത്രയാണ്? 2.82 സെൻറ്റിമീറ്റർ. ഇതൊക്കെ നമുക്ക് ആവശ്യമാണ് നമ്മുടെ കാൽക്കുലേഷൻ, അതുകൊണ്ടാണ് ഇത് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ തന്നതൊക്കെ എഴുതാം. എന്താണ് റേഡിയസ്? ഗിവൺ ദാറ്റ് റേഡിയസ് കോമൺ ആയതുകൊണ്ട് R എന്ന് ഡിനോട്ട് ചെയ്യുന്നു. റേഡിയസ് ഇസ് 1.4 സെൻറ്റിമീറ്റർ. എനി പ്രോബ്ലം? നോ. ആൻഡ് ടോട്ടൽ ഹൈറ്റ് അതിനെ നമ്മൾ എന്തെന്ന് വിളിച്ചത്? 5 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞു. സോ ഹൈറ്റ് ഓഫ് സിലിണ്ടറിക്കൽ പോർഷൻ മാത്രം H എന്ന് ഡിനോട്ട് ചെയ്താൽ 5 മൈനസ് 1.4 മൈനസ് 1.4 അല്ലേ? രണ്ട് വശത്തുള്ള 1.4 5ൽ നിന്ന് സബ്ട്രാക്ട് ചെയ്തു. അതായത് 5 മൈനസ് 2.8 സബ്ട്രാക്ട് ചെയ്തപ്പോൾ എത്ര കിട്ടി നമുക്ക്? 2.2 അല്ലേ? 2.2 സെൻറ്റിമീറ്റർ ആണ് സിലിണ്ടറിക്കൽ പോർഷൻ്റെ. ഈ സിലിണ്ടറിക്കൽ പോർഷൻ്റെ ഹൈറ്റ് കിട്ടി 2.2 സെൻറ്റിമീറ്റർ. ഇനി എന്താണ് ചോദ്യം? എനിക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ടോട്ടൽ വോളിയം ഓഫ് ഷുഗർ സിറപ്പാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ടോട്ടൽ വോളിയം ഓഫ് ഷുഗർ സിറപ്പ് ഇൻ 45 ഗുലാബ് ജാംസ്. 45 ഗുലാബ് ജാമുകൾ നിങ്ങൾക്ക് തന്നിട്ട് പറയാണ് ഈ 45 ഗുലാബ് ജാമിലും കൂടെ മൊത്തം എത്ര ഷുഗർ സിറപ്പ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? ഈ ടോട്ടൽ വോളിയം ഓഫ് ഷുഗർ സിറപ്പ് ഇൻ 45 ഗുലാബ് ജാംസ്. ഇത് വോളിയമാണെന്ന് എങ്ങനെയാണ് മനസ്സിലായത്? കാരണം ഷുഗർ സിറപ്പ് എന്ന് പറയുമ്പം നിങ്ങൾ പ്യുവർ വാട്ടർ ആണെന്ന് സങ്കല്പിച്ചുള്ളൂ. വാട്ടറിൻ്റെ എമൗണ്ട് എന്ന് പറയുമ്പോൾ വോളിയം അല്ലേ വരിക, അതുകൊണ്ടാണ് വോളിയം. ടോട്ടൽ വോളിയം ഓഫ് ഷുഗർ സിറപ്പ് ഇൻ 45 ഗുലാബ് ജാംസ് ആണ് ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത്. അപ്പോൾ നിങ്ങൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ഒരു ഗുലാബ് ജാമിലുള്ള ഷുഗർ സിറപ്പിൻ്റെ വോളിയം കണ്ടുപിടിച്ചിട്ട് എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക? 45 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് 45 ഇൻറ്റു വോളിയം ഓഫ് ഷുഗർ സിറപ്പ് ഇൻ 1 ഗുലാബ് ജാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്, നന്നായി ഡെപ്തിൽ മനസ്സിലാക്കുക. അപ്പം ടോട്ടൽ വോളിയം ഓഫ് നിങ്ങൾക്ക് ഒന്നും കൂടെ ഞാൻ പറഞ്ഞു തരുന്നത് നിങ്ങൾ മനസ്സിലാവുന്നുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് വീണ്ടും പറയുന്നത്. ബോറടിക്കുന്നുണ്ടെങ്കിൽ സഹിക്കുക. ഇപ്പോൾ ഇത് കൂട്ട് 45 ഗുലാബ് ജാം നിങ്ങൾക്ക് തന്നിട്ട് പറഞ്ഞു മൊത്തം എത്ര വോളിയം ഓഫ് ഷുഗർ സിറപ്പ് ഉണ്ടെന്ന്. അപ്പോൾ നിങ്ങൾ എന്താ ആലോചിക്കണം? ഒരു ഗുലാബ് ജാമിൽ എത്ര ഷുഗർ സിറപ്പ് ഉണ്ട്, എത്ര വോളിയം ഉണ്ട്, അതിനെ 45 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മൊത്തം വോളിയം കിട്ടുമല്ലോ. അതാണ് ഇപ്പോൾ ചെയ്യുന്നത്. 45 ഇൻറ്റു വോളിയം ഓഫ് ഷുഗർ സിറപ്പ് ഇൻ 1 ഗുലാബ് ജാം. അപ്പം 45 അവിടെ നിൽക്കട്ടെ, അത് നമുക്ക് 45 ആയിട്ട് തന്നെ ഉണ്ട്. ഇൻറ്റു
വോളിയം ഓഫ് ഷുഗർ സിറപ്പ് ഇൻ 1 ഗുലാബ് ജാം കാൽക്കുലേറ്റ് ചെയ്തതാണ് ഇനി നമ്മുടെ ടാസ്ക് അല്ലേ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം ഇനി? വോളിയം ഓഫ് ഷുഗർ സിറപ്പ് ഇൻ 1 ഗുലാബ് ജാം അല്ല ഇനി കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അതിനൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത് 40 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ടോട്ടൽ വോളിയമായി. അപ്പോൾ വോളിയം ഓഫ് ഷുഗർ സിറപ്പ് ഇൻ 1 ഗുലാബ് ജാം കാൽക്കുലേറ്റ് ചെയ്യണം. ഒരു ഗുലാബ് ജാമിൽ എത്ര വോളിയം ഓഫ് ഷുഗർ സിറപ്പ് ഉണ്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യണം അല്ലേ. ഒരു ഗുലാബ് ജാമിൽ എത്ര വോളിയം ഓഫ് ഷുഗർ സിറപ്പ് ഉള്ളത്? 30% ഓഫ് ഇറ്റ്സ് വോളിയം എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. ക്വസ്റ്റ്യൻ വായിച്ചു നോക്ക്. എ ഗുലാബ് ജാം കണ്ടെയ്ൻസ് ഷുഗർ സിറപ്പ് അപ് ടു അബൌട്ട് 30% ഓഫ് ഇറ്റ്സ് വോളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗുലാബ് ജാമിലുള്ള ഷുഗർ സിറപ്പിൻ്റെ അളവ് എന്ന് പറയുന്നത് എന്താണ്? 30% ഓഫ് ഇറ്റ്സ് വോളിയമാണ്. അതായത് 30% എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? 30/100. ഓഫ് സ്റ്റാൻഡ്സ് ഫോർ ഇൻറ്റു ഇറ്റ്സ് വോളിയം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ആ ഗുലാബ് ജാമിൻ്റെ വോളിയം ഓഫ് ഗുലാബ് ജാം. ഇത്ര സിമ്പിളാണെന്ന് നോക്കി. നമ്മൾ ക്വസ്റ്റ്യൻ അതുപോലെ എഴുതി അതിനെ മാത്തമാറ്റിക്കലി മാറ്റി. ഇനി നോക്കാം 30/100 ഇവിടെ 0 ഇവിടുത്തെ 0 ഞാൻ 0 ഞാൻ ഫുള്ള് മലയാളിയായി വരുന്നുണ്ടോയെന്ന് അറിയില്ല. 0 ക്യാൻസൽ ചെയ്യുന്നു. അപ്പോൾ ബാക്കി എന്തുണ്ട്? 3/10 ഉണ്ട്. ഇൻറ്റു വോളിയം ഓഫ് ഗുലാബ് ജാമിനെ കാൽക്കുലേറ്റ് ചെയ്യണം. വോളിയം ഓഫ് ഗുലാബ് ജാം എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? ഗുലാബ് ജാമിൻ്റെ ഷേപ്പ് എന്താ? ഇതാണ് ഗുലാബ് ജാമിൻ്റെ ഷേപ്പ്. അപ്പോൾ ഇതിൻ്റെ വോളിയം കാൽക്കുലേറ്റ് ചെയ്യണം. എങ്ങനെയാണ് വോളിയം ഓഫ് ഈ ഗുലാബ് ജാം കണ്ടുപിടിക്കുക? അപ്പം ഇവിടെ 3/10 എപ്പോഴും പുറത്തുണ്ടെന്ന് ആലോചിക്കുക. കാരണം 30% ഓഫ് ഇറ്റ്സ് വോളിയമാണ് കാൽക്കുലേറ്റ്. അപ്പോൾ 30% എപ്പോഴും പുറത്തുണ്ട്. അപ്പോൾ അതായത് 0 ക്യാൻസൽ ചെയ്ത് 3/10 എപ്പോഴും പുറത്തുണ്ട്. ഇവിടെ വോളിയം ഓഫ് ഗുലാബ് ജാം കണ്ടുപിടിക്കണം. അപ്പം വോളിയം ഓഫ് ഗുലാബ് ജാം കണ്ടുപിടിക്കണമെങ്കിൽ ഈ സിസ്റ്റമാണ് ഗുലാബ് ജാം എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? ടെൽമി വോളിയം ഓഫ് സിലിണ്ടർ പ്ലസ് വോളിയം ഓഫ് ദിസ് ഹെമിസ്ഫിയർ പ്ലസ് വോളിയം ഓഫ് ദിസ് ഹെമിസ്ഫിയർ. ഈ രണ്ട് ഹെമിസ്ഫിയറും കൂടെ ചേർത്ത് വെച്ചാൽ ഒരു സ്ഫിയർ ആയില്ലേ. അപ്പോൾ വോളിയം ഓഫ് സിലിണ്ടർ പ്ലസ് വോളിയം ഓഫ് സ്ഫിയർ എന്ന് എഴുതിയാൽ പോരെ മതി. ഓക്കെ. അപ്പോൾ എന്തായാലും 3/10 ഇൻറ്റു ഇനി വോളിയം ഓഫ് സിലിണ്ടർ ഫോർമുല എന്താ? ഇത് വേണമെങ്കിൽ താല്പര്യമുള്ള കുട്ടികൾക്ക് ഇത് സെപ്പറേറ്റ് കണ്ടുപിടിക്കാം. ഇതിൻ്റെ തൊട്ട് താഴെ എഴുതുക ടു ഫൈൻ വോളിയം ഓഫ് ഗുലാബ് ജാം എന്ന് പറഞ്ഞിട്ട് ഇത് സെപ്പറേറ്റ് കണ്ടുപിടിച്ചിട്ട് പിന്നെ ഈ 3/10 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. കൺഫ്യൂഷനുള്ള കുട്ടികൾക്ക് ഇത് കൂടെ കൊണ്ടുപോവുക. വോളിയം ഓഫ് സിലിണ്ടർ എന്താ ചെയ്യുക? ഇത് എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. നിങ്ങളിത് കാണുമ്പോൾ വിചാരിക്കും ഷിബിൻ സാർ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഇതെന്തൊക്കെയാണെന്നൊക്കെ തോന്നും. പക്ഷേ എന്താണ്? എളുപ്പമാണ്. നിങ്ങൾ ഒരു പ്രാവശ്യം മനസ്സിലാക്കുക പ്ലീസ്. ഞാൻ പ്ലീസ് എന്നാണ് റിക്വസ്റ്റ് ആണത്. ഇത് ലീവ് ചെയ്യരുത്. കാരണം ഇതേ ക്വസ്റ്റ്യൻ വേണമെങ്കിൽ ആവർത്തിക്കാം. ഒന്നും മനസ്സിലാക്കുക. ഇനി ഞാൻ ഒന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. കാരണം വളരെ എക്സ്പ്ലെയിൻ ആയിട്ടാണ് ഓരോ സ്റ്റെപ്പും പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇനി ഞാൻ അവസാനം ഒന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യില്ല. നിങ്ങൾ പക്ഷേ ഇത് 2 പ്രാവശ്യം ഒന്ന് കാണുക, എന്നിട്ട് 2 പ്രാവശ്യം എഴുതുക. അതോടെ തറമാവും. പിന്നെ എളുപ്പമാണത്. ഓക്കെ. വോളിയം ഓഫ് സിലിണ്ടർ ഇത്രയും സ്റ്റെപ്പൊന്നും ഇല്ല. ഞാനിത് ഈ ഒരു സ്പേസിൽ ചിത്രം വരച്ചു. ഇതിങ്ങനെ എഴുതുന്നതുകൊണ്ട് ചെറുതായിട്ട് എഴുതുന്നതുകൊണ്ടാണ് ഇത്രയും സ്റ്റെപ്പ്. ഒറ്റ ഒരു പേജിൽ കൊള്ളിക്കാവുന്ന കാര്യമുള്ളൂ. വോളിയം ഓഫ് സിലിണ്ടർ വിച്ച് ഇസ് ഫോർമുല πr²h. അപ്പോൾ സിലിണ്ടറിൻ്റെ ഹൈറ്റാണ് എച്ച്. അപ്പോൾ നമ്മൾ സ്മോൾ ലെറ്റർ എച്ച് തന്നെയാണ് ഡിനോട്ട് ചെയ്ത്. നോ പ്രോബ്ലം. വോളിയം ഓഫ് സിലിണ്ടറിന് πr²h എന്ന് തന്നെയാണ്. അപ്പോൾ സ്മോൾ ലെറ്റർ എച്ച് തന്നെയാണ് നമ്മൾ ഇവിടെ ഡിനോട്ട് ചെയ്തത്. അപ്പോൾ പ്രശ്നമില്ല. വോളിയം ഓഫ് സ്ഫിയർ 4/3 പൈ. സ്ഫിയർ എങ്ങനെയാണ് വന്നത്? 2 ഹെമിസ്ഫിയറും കൂടെ ഒരുമിച്ച് വെച്ചു കേട്ടോ. നമ്മൾ 4/3 പൈ r³ ആണ് അല്ലേ. അപ്പോൾ r³ നോ പ്രോബ്ലം. ഓക്കെ. സോ എവറിത്തിങ് ഈസ് ക്ലിയർ നോ. ഓക്കെ. ഇവിടുത്തെ റേഡിയസ് സെയിം ആണ്. സോ നോ നീഡ് ടു മെൻഷൻ ഇറ്റ് ആസ് R1 and R2. ഓക്കെ. and this H stands for the total height അല്ലാത്ത height of the cylinder ആണ്. ടോട്ടൽ ഹൈറ്റ് അല്ല, height of the cylinder. ഓക്കെ. നിങ്ങൾക്ക് ഒരു കാര്യം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യണം. ചുമ്മാ നമുക്കൊരു നേരം പോക്കിന് വേണ്ടിയിട്ട്. ഇതിപ്പോൾ ഏകദേശം 53 മിനിറ്റ് ആയിട്ടോ വീഡിയോ അല്ലേ. നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം 53, 30, 32 അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. സാറിൻ്റെ ഡയലോഗ് വെക്കാൻ സമയമില്ല സാറേ, MBA തീർന്നു പോകുന്നതെന്നല്ലേ. എന്നാലും സാരമില്ല. ഓക്കെ. അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു ദിവസം 9th ഇങ്ങനെ വീഡിയോ ഷൂട്ട് ചെയ്ത് 54-55 മിനിറ്റ് ആയിട്ടോ വീഡിയോ ഷൂട്ട് ചെയ്ത്. അപ്പോൾ ഫോണങ്ങ് സ്വിച്ച് ഓഫ് ആയി പോയി. അപ്പോൾ ഞാൻ വിചാരിച്ചു വീഡിയോ സേവ് ആയിട്ടുണ്ടാവുമെന്ന്. ഗാലറിയിൽ തുറന്ന് ഫോൺ സ്വിച്ച് ഓൺ ആക്കി കർത്താവിനെ പ്രാർത്ഥിച്ച് ഗാലറി വെക്കുമ്പോൾ വീഡിയോ ഇല്ല. നിങ്ങളൊന്ന് ആലോചിച്ച് ഇവിടെ വെച്ച് ഫോൺ സ്വിച്ച് ഓഫ് ആയി പോയി, ഈ വീഡിയോ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഇതുപോലെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട. അന്ന് ഞാൻ അതുപോലെ എക്സ്പ്ലെയിൻ ചെയ്തു വീണ്ടും. അതുകൊണ്ട് എനിക്ക് പേടി. അതുകൊണ്ട് ഞാൻ ചാർജ് കുറഞ്ഞു വരുന്നു. അതുകൊണ്ട് ഞാൻ ചാർജ് ഇങ്ങനെ നോക്കുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ ഫോണിൽ തുടങ്ങിയപ്പോൾ 100% ആയിരുന്നു. ഇപ്പോൾ 76% ആയി. കുഴപ്പമില്ല, പ്രാർത്ഥിക്കട്ടോ സ്വിച്ച് ഓഫ് ആവില്ലെന്ന്. വോളിയം ഓഫ് ഷുഗർ സിറപ്പ് ഇൻ 1 ഗുലാബ് ജാമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ അല്ലേ. അപ്പം നമ്മൾ ചെയ്തുകൊണ്ട് എവിടം വരെ എത്തിയിരുന്നു? 3/10 എത്തി ഇൻറ്റു അല്ലേ. 3/10 എന്ന് വെച്ചാൽ എന്തായിരുന്നത്? 30% ആണ് കേട്ടോ. പിന്നെ πr²h ഒന്നും കൂടെ റീറൈറ്റ് ചെയ്യുന്നു. പിന്നെ എന്തായിരുന്നു നമ്മൾ 4/3 πr³ അല്ലേ നമ്മളിത് അല്ലേ. അതെ. ഇത് നോക്കാം. ഇപ്പോൾ ഇവിടെ എന്ത് വന്നു? 3/10 അങ്ങനെ നിർത്തുന്നു. ഇൻറ്റു ഇവിടെ ഞാൻ നോക്കി ഇതൊരു ടൈം അതിൽ ഏതാണ് കോമൺ? πr² ഔട്ട്സൈഡ് എടുക്കുന്നു. ബാക്കി ഈ 2 ടൈമിലും കൂടെ πr² ഔട്ട്സൈഡ് എടുക്കുന്നു. ബാക്കി ആദ്യത്തെ ടൈമിൽ എച്ചും
രണ്ടാമത്തെ ടൈമിൽ 4/3 ഒരു ആറുണ്ട് അല്ലേ. പൈ ആർ സ്ക്വയർ ഔട്ട് സൈഡ് വന്നാൽ ഒരു ആറല്ലേ ഉണ്ടാവുള്ളൂ. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. രണ്ട് ടൈമിൽ നിന്നും പൈ ആർ സ്ക്വയർ ഔട്ട് സൈഡ് എടുത്തു. ഓക്കെ, ഈ രണ്ട് ടൈമിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ 3/10 ഇൻറ്റു പൈ ആർ സ്ക്വയർ. ദെൻ ഇവിടെ ഒന്നും പ്ലസ് എഴുതി വെക്കരുതിട്ട് ഇൻറ്റു ആട്ടോ. ഓക്കെ, ഈ എച്ച് എന്ന് വെച്ചാൽ എന്താ, ഹൈറ്റ് ഓഫ് ദ സിലിണ്ടർ. ഹൈറ്റ് ഓഫ് ദ സിലിണ്ടർ എത്രയായിരുന്നു മക്കളെ നമുക്ക് കിട്ടി? 2.2 അല്ലേ മക്കളെ? യെസ്, 2.2 ടോട്ടൽ ഹൈറ്റ് അല്ല കേട്ടോ, ഹൈറ്റ് ഓഫ് ദ സിലിണ്ടർ. ദെൻ 4/3 ഇൻറ്റു 6. റേഡിയസ് എത്രയായിരുന്നു നമുക്ക്? ടെൽ മീ വെരി ഫാസ്റ്റ്. 1.4 അല്ലേ? 1.4. ഓക്കെ, അപ്പോൾ നമുക്ക് അങ്ങനെ കിട്ടി. അപ്പം 3/10 ഇൻറ്റു പൈ ഇൻറ്റു ഈ ആറ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തല്ലേ അല്ലേ. ആറ് എന്താണ്? 1.4 അല്ലേ. 1.4ന് നമ്മൾ 1.4ന് 14/10 എഴുതാം. അപ്പോൾ 14/10 ഇൻറ്റു 14/10 വരും അല്ലേ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് മനസ്സിലായി. ആർ സ്ക്വയർ, ആർ എന്നുള്ളത് 1.4 ആയിരുന്നു. അപ്പോൾ 14/10 ഇൻറ്റു 14/10 ആർ സ്ക്വയർ എഴുതി. ഓക്കെ, കാരണം 1.4നെ 14/10 എഴുതാമല്ലോ നമുക്ക്. അപ്പോൾ ആർ സ്ക്വയറിനെ 14/10 ഇൻറ്റു 14/10. ഉള്ളിൽ എന്ത് വരും? 2.2 പ്ലസ് ഇവിടെ 14/10 എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ കാര്യമുണ്ടോ? 4/3 ഇൻറ്റു 14/10 എന്നൊക്കെ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ 2, 5 വലിയ കാര്യമൊന്നുമില്ല അല്ലേ. ക്യാൻസലേഷൻ ഒന്നും കാര്യമായിട്ട് പോസിബിൾ ആവില്ല. അപ്പോൾ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുന്ന ഞാൻ 14 ഇൻറ്റു 4 എന്ന് വെച്ചാൽ 14 ഇൻറ്റു 4 5, സോ 5.6/3. ഓക്കെ, സോ 5.6/3